IFPHന്റെ 1659 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. MD ഹോമിയോ, MSc സൈക്കോളജി, MSc യോഗ, റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതി, കോട്ടയം. 45 വർഷത്തെ ചികിത്സാനുഭവങ്ങളുള്ള സാർ ഇതിനോടകം അനേകം നല്ല നല്ല ക്ലാസ്സുകൾ നമുക്ക് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വിഷയം ശ്രീധരക്കുറുപ്പ് ഡോക്ടറോടൊപ്പം എന്നാണെങ്കിലും നല്ലൊരു ക്ലാസ് നമുക്ക് സാറിൽ നിന്ന് ലഭിക്കും. സാറിന് ക്ലാസ് എടുക്കുന്നതിന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. എന്നാലും ആദ്യമായിട്ട് എനിക്കിങ്ങനെ ഒരു അവസരം തന്ന IFPHന്റെ എല്ലാ സാരഥികൾക്കും അതുപോലെ മോഡറേറ്റർമാർക്കും ആദ്യമായിട്ട് നമസ്കാരം. അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാർക്കും അതുപോലെ നമ്മുടെ എല്ലാമായ ഡോക്ടർ ക്രിസ്റ്റ്യൻ പട്രിക് സാമുവൽ ഹനുമാനും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഓർത്തുകൊണ്ട് ക്ലാസ് തുടങ്ങട്ടെ. ഇന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ചർമ്മരോഗങ്ങളെ കുറിച്ചുള്ളത് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാലും ഞാൻ ഇന്ന് എന്നോട് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു ഫോൺ വന്നു. എൻ്റെ ഒരു സീനിയർ മോസ്റ്റ്, അതായത് 64 കുറിച്ചിന്ന് പാസ്സായല്ല, പേരൊന്നും പറയല്ല. പുള്ളി ഒരു ചോദ്യം ചോദിച്ചു, ഡോക്ടറെ എനിക്ക് ചിലപ്പോൾ ഇഷ്ടം പോലെ പേഷ്യൻസ് വരാറുണ്ട്, പക്ഷേ ചിലപ്പോൾ സിംറ്റംസ് കുറയുന്നുണ്ട്. പക്ഷേ ഈ അൾട്രാസോണോഗ്രാഫി നമുക്ക് എടുത്തു കഴിയുമ്പം അതിൻ്റെ അകത്ത് ഈ പതോളജിക്കൽ ചേഞ്ചസ് ഒന്നും വലുതായിട്ട് മാറിയതായിട്ട് കാണുന്നില്ല. അതെന്താ അങ്ങനെ? അപ്പം അതിന് എല്ലാവരുടെയും ഒരു അറിവിലേക്ക് വേണ്ടിയാണ് ഇത് ഞാൻ പറയുന്നത്. കാരണം രോഗങ്ങൾ തന്നെ എൻ്റെ ഒരു ഇതാണ്, ഡിവിഷനാണ്, ഹനുമാൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്നുമല്ല. അതായത് രോഗം തന്നെ 3 തരത്തിൽ വരാം. ഒന്ന് സിംറ്റമാറ്റിക്, മാത്രം സിംറ്റംസ് കാണും, പക്ഷേ പതോളജിക്കലായിട്ട് അധികമൊന്നും കാണുകയില്ല, ഒരുപാട് സിംറ്റംസ് കാണും. രണ്ടാമത്തേത് പതോളജിക്കൽ, അതായത് പതോളജി മാത്രമേ കാണുള്ളൂ. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ അതോ സ്പീഡ് കൂടുന്നുണ്ടോ? ചിലർ എന്നോട് പറഞ്ഞിരുന്നു സ്പീഡ് ശകലം കൂടുതലാണ്. അതാണ് ഞാനിത് ചോദിക്കാൻ കാര്യം. എന്നാലും എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും ഈ രണ്ടാമത്തേത് പതോളജിക്കൽ, മൂന്നാമത്തേത് ഇത് രണ്ടും കൂടെ കൂടിയ പതോളജിക്കലും കാണും, സിംറ്റമാറ്റിക്കും കാണും. എന്നാലും ഈ പതോളജി നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ കൂടെ കൂടുതൽ കണ്ടുപിടിക്കാറുണ്ട്. അത് സിംറ്റംസ് നമുക്ക് പേഷ്യൻറ്റ് തന്നെ ഫീൽ ചെയ്യും, എന്നാലും നമ്മുടെ അടുത്ത് വരും. ചിലർക്ക് ഇത് രണ്ടും കൂടെ. പക്ഷേ ഈ പതോളജി മാത്രം ഉണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ വിഷമം വരും. കാരണം വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെന്ന് കഴിയുമ്പം ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നോക്കുമ്പോൾ ഷുഗർ കൂടിയിരിക്കുന്നു, ബ്ലഡ് ഷുഗർ കൂടിയിട്ടുണ്ട്, പക്ഷെ സിംറ്റംസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ചിലപ്പം സ്വല്പം ബ്ലഡ് ഷുഗർ ഒരു സ്ലൈറ്റ്ലി ഇൻക്രീസ്ഡ് ആയിരിക്കും, അതിൻ്റെ അകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സിംറ്റംസ്, അതായത് ഡയബറ്റീസിൻ്റെ എല്ലാവിധ സിംറ്റംസും കാണും. പക്ഷേ ബ്ലഡ് ഷുഗർ വലിയ കൂടുതലൊന്നുമില്ല, ഒരു സ്ലൈറ്റ്ലി റേസ്ഡ് ആയിരിക്കും. പിന്നെ വേറെ ചിലത് ഇത് രണ്ടും കൂടെ കാണും. പക്ഷേ പതോളജിക്കൽ ഞാൻ നോക്കിയിട്ട് പതോളജിക്കൽ ചികിത്സിക്കാൻ പതോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാം, എങ്കിൽ പോലൂടെ ചില കേസുകളിൽ നമുക്ക് തീർത്തും മാറ്റാൻ സാധിക്കാത്ത കേസുണ്ട്. ഉദാഹരണം ഫൈബ്രോയിഡ്. ഞാനൊരു കേസ് ട്രീറ്റ് ചെയ്തു ഈ അടുത്ത കാലത്ത്. അതായത് 8 ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. ഒന്ന് 8 mm, ബാക്കിയുള്ളത് 6, 7, അങ്ങനെ ഒരു 8 ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കൊടുത്തത് സിംറ്റമാറ്റിക് സെപ്പിയാണ്, 0/3. അതിൻ്റെ കൂട്ടത്തിൽ ഫ്രാക്സിമസ് അമേരിക്കാനിസും കൊടുത്തു. ഈ 8-ൽ 7 പോയി, ഈ ഒരെണ്ണം മാത്രം എന്ത് ചെയ്താലും പോയില്ല, ഇപ്പോഴും ഉണ്ട്. പിന്നെ അവരെന്തുകൊണ്ടാണോ നിർത്തി, ഈ 7 പോയി. പല പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് റിമൂവ് ചെയ്ത, എന്നിട്ടും ഈ
8 വന്നു. 8-ൽ 7 കുറഞ്ഞു. ഒരെണ്ണം മാത്രം 8 കൂടുതലുള്ളത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ സിംപ്റ്റമാറ്റിക് ആയിട്ട് ഒരു കുഴപ്പമില്ല. ആൾക്ക് എല്ലാം ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഒരു 52 വയസ്സ് 53 വയസ്സായി. വേറൊന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്, നോർമൽ ഡ്യൂട്ടി. അന്നേരം നമ്മുടെ ഇവിടെ ഒരു ചോദ്യം എന്താണ്? അതുപോലെ വേറൊരു കേസ്, ഇന്ന് വേറെ ആള്, അതും ഒരു സീനിയർ തന്നെയാണ്, എന്നെക്കാട്ടിലൊക്കെ ഒത്തിരി സീനിയർ. പുള്ളി ഈയിടെ ഒരു കേസ്, ഒരു കുട്ടിക്ക് മിഡ് നൈറ്റ് അഗ്രവേഷൻ, ആസ്മ. പുള്ളി അന്നേരം ആഴ്സനിക് കാർബിന്റെ സിംറ്റംസാണ്. അതായത് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ, സ്മോളർ ഇന്റർവെൽസ്, എല്ലാം വെച്ചുകൂടി ആഴ്സനിക് കാർബ് പ്രിസ്ക്രൈബ് ചെയ്തു. ആഴ്സനിക് കാർബ് പ്രിസ്ക്രൈബ് ചെയ്തപ്പം അത് കുറവുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും തിരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പം ഏർലി മോർണിംഗ് അഗ്രവേഷൻ 3 to 4 അന്നേരം പുള്ളി കാരിക്കാർഡ് കൊടുത്തു കഴിഞ്ഞപ്പം വീണ്ടും അത് തിരിച്ചു വന്നു, മിഡ് നൈറ്റ് അഗ്രവേഷൻ. അന്നേരം എന്നോട് വിളിച്ച് ചോദിച്ചു, ഡോക്ടർ ഇതന്നെ ഇങ്ങനെയൊക്കെ ഈ ചാടി കളിച്ചിരുന്നത്? ഞാൻ പറഞ്ഞു, ഒരു ഡോസ് ട്യൂബർക്കുലം കൊടുക്കുക, ലിമിറ്റഡ് ഡോസ് കൊടുക്കാൻ പറയും. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വന്നിട്ടില്ല. അന്നേരം ചിലപ്പം മിയാസ്മാറ്റിക് ആയിരിക്കാം, ചില കോസേഷൻ ആയിരിക്കാം. ഇതെല്ലാം നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ഒബ്സ്ട്രക്റ്റീവ് ക്യൂർ ആയിരിക്കാം. ഇതൊക്കെ നോക്കി നമ്മൾ മെഡിസിൻ, അതിന് തക്കതായിട്ടുള്ള മെഡിസിൻ കൊടുത്തതിന് ശേഷം ഇൻഡിക്കേറ്റഡ് മെഡിസിൻ കൊടുത്താൽ ചിലപ്പോൾ പറയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് ഇന്ന് എനിക്ക് ഒരു അരമണിക്കൂർ മുമ്പെയാണ് ഈ ഫോൺ വന്നത്. അന്നേരം ഡിസ്കസ് ചെയ്ത സംഗതികളാണ്. അദ്ദേഹം 85 വയസ്സോളമായി. അദ്ദേഹം നേരത്തെ കിടന്നുറങ്ങുന്നതാണ്. 8-9 ആകുമ്പോഴേ കിടന്നുറങ്ങും. അന്നേരം എന്നെ ശരം മുമ്പേ വിളിച്ചു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് താമസിച്ചാണ് കയറിയത്. എൻ്റെ കുറച്ചുകൂടെ നേരത്തെ കയറിയത്. പുള്ളി സംശയം വരുമ്പോൾ എന്നോട് ചോദിക്കും. അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേര് എന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ക്ലാസ് കഴിയുമ്പോൾ പല സംശയങ്ങളും ചോദിക്കും. അതുപോലെ തന്നെ വീണ്ടും എന്നെ എൻകറേജ് ചെയ്യുന്നു. അവർക്കെല്ലാം എൻ്റെ ഒരു നമസ്കാരം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിൻ്റെ ബാക്കി ഓരോ പ്രാവശ്യവും ഓരോന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ചിലതൊന്നും തീരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയിടത്തുനിന്ന് തുടങ്ങാം. ബെഡ്സോർ ഡോക്ടറെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം? ബെഡ്സോർ ഇല്ല. എന്നാലും നമുക്ക് ബെഡ്സോർ വരെ തുടങ്ങാം. അതിന് മുമ്പുള്ളതൊക്കെ എടുത്തു. അപ്പം അവിടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബെഡ്സോർ ഒരു സാധാരണ എല്ലാവർക്കും ഓൾഡ് ഏജ് ആകുമ്പോൾ ഒരുപാട് പേർക്കുണ്ട്. അതായത് അടുപ്പിച്ചടുപ്പിച്ച് കിടക്കും, ഒരേ വശം തന്നെ കിടക്കും. കൂടുതൽ ഡയബറ്റീസ്, ഈ കിടപ്പ് രോഗികളിലാണ് കൂടുതൽ. എന്നാൽ ആ ഭാഗത്ത് വാർദ്ധക്യകാലങ്ങളിലാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത്. സ്തംഭനം കൊണ്ടോ മറ്റു രോഗങ്ങൾ കൊണ്ടോ ചലിക്കുവാൻ കഴിയാതെ വളരെ കാലം കിടന്നു പോകുന്ന രോഗികളിലാണ് ഇത് കണ്ടുവരുന്നത്. തോൾ, ഇടുപ്പ്, പൃഷ്ഠം, തലയുടെ പുറകുവശം, പുറം, ഉപ്പൂറ്റി, കാൽപ്പുഴ തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഇത് സാധാരണ കണ്ടുവരുന്നത്. രോഗം ബാധിച്ച തരം ചുവന്ന വേദനയോടുകൂടി കാണുകയും പിന്നീട് ചർമ്മം പൊട്ടി വ്രണമായി കാണുകയും ചെയ്യുന്നു. ആർക്കെങ്കിലും ഞാൻ പറയുന്നത് സ്പീഡ് കൂടിയതിനുണ്ടെങ്കിൽ കൈ കാണിക്കുകയോ പറയുകയോ ചെയ്യാം. അതിന് യാതൊരു മടിയും വിചാരിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ നിർത്തി സംസാരിക്കുന്നത്. ഇതിൻ്റെ ആദ്യം കൊടുക്കാവുന്ന മരുന്ന് ആർണിക്ക മൊണ്ടാനയാണ്. അതുകൂടാതെ ആർണിക്കായും മദർ അല്ലെങ്കിൽ കലണ്ടറയും മാറി നമുക്ക് ആ വ്രണത്തിൽ, ഞാൻ കൂടുതലും ഉപയോഗിക്കാറുള്ളത് കഴുകാൻ മാത്രം ഉപയോഗിക്കാറുള്ളൂ. ആർണിക്ക മറ്റേ ഈ കലണ്ടറ പൗഡറാണ് ഉപയോഗിക്കുന്നത് ഡ്രസ്സിങ്ങിന്. രോഗസ്ഥാനത്ത് വേദനയും നിർബന്ധവും ഇത് ബെഡ്സോർ വരാതിരിക്കുവാനും ഒരു പ്രതിരോധമായിട്ടും ആർണിക്ക ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ 0 വൈദ്യരാണ് കണ്ടമാനം കൂടുതലും ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള കിടന്ന് അവിടെ ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്. പിന്നെ ഇപ്പം ഈ വാട്ടർ ബെഡും എയർ ബെഡും ഒക്കെ ഉണ്ട്. പേഷ്യന്റിനെ തിരിച്ച് കിടത്തുകയും ഇരിക്കുന്നവരാണെങ്കിൽ എഴുന്നേറ്റ് ഇരുത്തുകയും തിരിച്ചും മറിച്ചും ഒക്കെ കിടത്തുകയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പം ഈ വാട്ടർ ബെഡാണെങ്കിലും എയർ ബെഡാണെങ്കിലും ചിലപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഡയബറ്റീസ് പേഷ്യൻറ്റിനൊക്കെ ഇത് കൂടുതലാണ്. ആർണിക്ക ലോഷനോ ഉപയോഗിക്കാം.
ചില കേസുകളിൽ ആർണിക്ക ഓയിൽമെന്റും പുരട്ടിയാൽ കൂടുതൽ സുഖം പ്രാപ്തി കിട്ടുന്നതാണ്. പിന്നെ കലണ്ടഡായാണ് വേറൊരു മെഡിസിൻ. അകത്തോട്ടും കൊടുക്കാം, പുറമേ ഉപയോഗിക്കാം. കലണ്ടഡ, അതുപോലെ കലണ്ടഡ ലോഷൻ. ഞാൻ കൂടുതലും കലണ്ടഡ ലോഷൻ വെച്ച് കഴുകിയിട്ട് ഒട്ടും വെള്ളം ഇരിക്കരുത്, അതിനുശേഷം കലണ്ടഡ പൗഡർ ഇട്ട് ഡ്രസ്സ് ചെയ്യുകയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. പഴകിയ ബെഡ് സോർ വ്രണമായി തീരുമ്പോൾ കൊടുക്കാവുന്ന ഔഷധം രോഗസ്ഥാനത്ത് പുകച്ചിലും ചൊറിച്ചിലുമുണ്ടെങ്കിൽ പിയോണിയ എന്ന് പറയുന്ന മരുന്ന്. പിയോണിയ പുകച്ചിലും ദുർഗന്ധവുമുള്ള ബെഡ് സോർ ചൂട് കൊടുത്താൽ ആശ്വാസമുണ്ടെങ്കിൽ ആർസനിക്കാണ്. മനസ്സിലാകുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണോ? 1-2 പേര് അത് കഴിഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു സ്പീഡ് കൂടുതലാണ്, എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ പറയണേ. ഈ എന്നോട് പറയാം സാറേ. പുകച്ചിൽ കാണും, ഒരു മാതിരി ദുർഗന്ധമായിരിക്കും. അതായത് ഈ ഡയബറ്റീസ് അൾസറൊക്കെ നമ്മൾ കാണുമ്പം ഒരു സൈസ് ദുർഗന്ധം വരികയല്ലേ, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ചൂടുവെള്ളത്തിൽ വെച്ച നല്ല ആശ്വാസം, അതാണ് ആർസനിക് കാർബ്. ആർസനിക് കാർബ് കൊണ്ട് കൊടുത്താൽ കുറയാത്തതാണെങ്കിൽ ആന്ത്രാസിനും വളരെയധികം പ്രയോജനം കിട്ടും. വളരെ പെട്ടെന്ന് ബെഡ് സോർ വ്രണമാകുവാനുള്ള പ്രവണത, വർദ്ധിച്ച ക്ഷീണം, രോഗസ്ഥാനത്ത് നിന്ന് ദുർഗന്ധം, രോഗസ്ഥാനത്ത് പരു, കാർബൺ ഗഡ്സ് തുടങ്ങിയവ കാണപ്പെടുന്നു. അത് കൂടുതലും ഇതിലാണ് വരുന്നത്. ഡയബറ്റീസ് ഇതിൽ കൂടുതൽ കാർബൺ ഗഡ്സ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു മരുന്ന് ആന്ത്രാസിനും ഒരു ഡോസ് കൊടുത്തതിന് ശേഷം, ഹൈപ്പോട്ടൻസി കൊടുത്തതിന് ശേഷം കാർക്കേറിയ സൾഫ് കൊടുക്കും. അതുപോലെ ഇച്ചിനീഷ്യ മദർ ടിഞ്ചർ അകത്തോട്ട് കൊടുക്കും. പിന്നെ വേറൊരു മരുന്ന് സൾഫൂറിക് ആസിഡാണ്. സൾഫൂറിക് ആസിഡ് അതൊരു നല്ല മെഡിസിനാണ്, സൾഫൂറിക് ആസിഡ്. പിന്നെ ഇന്റർ കറന്റ് ആയിട്ട് കൊടുക്കാവുന്ന, ബെഡ് സോറിന് വലിയ വ്രണമായി മാറുന്നതിന് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് സൾഫർ, ഇന്റർ കറന്റ് ആയിട്ട്. വേറൊരു മരുന്നാണ്, അതായത് ട്യൂബർക്കുലാർ ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ട്യൂബർക്കുലിനും കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കൊടുക്കാറുള്ള ഒരു മെഡിസിനാണ് കാർക്കേറിയ സൾഫ് 6XO 12XO TDS കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ വേഗം കുറവ് കിട്ടും. അടുത്തത് കരപ്പൻ അല്ലെങ്കിൽ എറിസിപ്പിലസ് എന്ന് പറയും. കരപ്പൻ എന്ന് പറയും, കൊച്ചു പിള്ളേർക്കൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ ഒരു പ്രായം വരെയൊക്കെ അത് വരും. നവജാത ശിശുക്കൾക്ക് പൊക്കിളിനടുത്ത് വരുന്ന കരപ്പൻ കൊടുക്കാവുന്ന ഔഷധം. നീക്കത്തോടെ തൊണ്ടയ്ക്ക് വരുന്ന കരപ്പൻ, പരിക്ക് പറ്റിയ സ്ഥലത്ത് വരുന്ന കരപ്പൻ ഏപ്പിസിന് ലഭിക്കാം. വ്രണമായി മാറുന്ന, ഞാൻ മിക്കവാറും പ്രത്യേകിച്ച് എടുത്തു പറയാത്ത കേസുകളിലെല്ലാം 0/3 ആണ് കൊടുക്കാറുള്ളത്. അല്ലാത്തത് ഞാൻ എടുത്തു പറയും. പൊട്ടൻസികൾ വ്രണമായി മാറുന്ന കരപ്പൻ, തണുപ്പ് കൊണ്ട് ലക്ഷണങ്ങൾക്ക് ആശ്വാസം. ഇവിടെ തണുപ്പ് കൊണ്ട് ആശ്വാസം കിട്ടും. അതായത് ആർസനിക് കാർബാണെങ്കിൽ ചൂട് കൊണ്ടാണ്, ഇത് തണുപ്പടിച്ചാൽ, അതായത് ഐസൊക്കെ വെച്ചാൽ നല്ല സുഖം. ബാപ്റ്റീഷ്യയാണ്. നമുക്കൊരു ധാരണയുണ്ട് എല്ലാത്തിനും ചൂട് വെച്ചാൽ നല്ല കുറവുണ്ടെന്ന്. അത് തെറ്റായ ധാരണയാണ്. ഓരോ പേഷ്യൻറ്റിനും ഓരോ മൊഡാലിറ്റിയാണ്. അതനുസരിച്ചാണ് നമ്മുടെ മെഡിസിൻ്റെ ഇത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും, അതായത് എനിക്കൊരു പ്രാവശ്യം ആക്സിഡൻ്റായി മുട്ടിന് വേദന വന്നപ്പോൾ ഞാൻ ചൂട് വെച്ചപ്പോൾ എനിക്ക് കൂടുതൽ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് കൂടുകയാണെന്ന് മനസ്സിലായപ്പോൾ ഐസ് വെച്ച് നോക്കിയപ്പോൾ വേണ്ട കുറവ്. അങ്ങനെയൊക്കെയുള്ള ഇതിന് ബാപ്റ്റീഷ്യയാണ് നല്ലൊരു മെഡിസിനാണ്. അതിനുള്ള മൂക്കിൽ നിന്ന് ആരംഭിച്ച് മുഖത്തേക്ക് പടരുന്ന കരപ്പൻ, വെള്ളം നിറഞ്ഞ കുരുക്കൾ, രോഗിക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു, ചർമ്മത്തിന് വീക്കം വന്ന് വലിയ പോളകൾ പോലെ ആയിത്തീരുവാനുള്ള പ്രവണത, കാന്താരിസാണ്. അതായത് മൂക്കിൽ നിന്ന് ആരംഭിച്ച് മൂക്കിൽ ഇവിടെ തുടങ്ങും, മൂക്കളെയൊക്കെ പറ്റിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് താഴോട്ട് ഇങ്ങനെ വരും. അതിൻ്റെ അകത്ത് വെള്ളം ഇങ്ങനെ കുടുക്ക പോലെ കുട്ടി നിൽക്കും. ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, വേദനയും കൂടുതലായിരിക്കും. അതിൻ്റെ അകത്തുനിന്ന് ഒരുമാതിരി
വ്രണങ്ങൾ പോലെ ആകാനായിട്ടുള്ള ഒരു ആരംഭം കാണും. അങ്ങനെ ഉള്ള സമയത്ത് കൊടുക്കുന്നതാണ് കാമ്പാരിസ് കൊടുക്കുക വളരെ കുറവ്. അവിടെ ഇവിടെയായി കാണുന്ന കരപ്പൻ അങ്ങും ഇങ്ങുമൊക്കെ കാണത്തും. വലത് ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തേക്ക് പരക്കും. വെള്ളം പോലെ തെളിഞ്ഞ പശ പോലെ. അതായത് നമ്മൾ ഈ വട്ടപ്പശയൊക്കെ ഇല്ല ഒട്ടുകയല്ലേ, നമ്മൾ ഈ പശ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട കയ്യിൽ ഒട്ടുകയല്ലേ, അങ്ങനെയുള്ള ദ്രാവകമാണ്. ഒത്തിരി പഴകി കഴിയുമ്പോൾ ഈ വരുന്നതിൻ്റെ അകത്ത് നല്ല ഒട്ടൽ കാണും. ഗ്രാഫൈറ്റിസ് ആണ് മെഡിസിൻ. ഞാൻ 0/3 കൂടുതൽ കൊടുക്കാറില്ല. കൂടുതൽ കൊടുത്താൽ ചിലപ്പം തിരിച്ചടിക്കും. പിന്നെ ക്ലാസിഫോറ വേറൊരു പ്രത്യേക മരുന്നാണ് ഈ കരപ്പിനുള്ളത്. സാധാരണ ഇതൊന്നും ആരും കരപ്പനല്ല, അത് ഉറക്കക്കുറവിനൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഞാൻ കരപ്പിനും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വലത്തുവശത്തേക്ക് പരക്കുന്ന കരപ്പൻ ചർമ്മം ഉരുണ്ടതും പരുപരുത്തതും നനവുള്ളതുമായി അനുഭവപ്പെടും. പനിയോടുകൂടി അസഹനീയമായ ചൊറിച്ചിലും പുകച്ചിലും ചൊറിച്ചിലും ഉണ്ട്, പുകച്ചിലും ഉണ്ട്. രണ്ടും കൂടെ ഉണ്ടാകും. ടെസ്റ്റോക്സിൻ്റെ ആണ്. ചൊറിച്ചിലും പുകച്ചിലും ഉണ്ട്, പരുപരുത്ത നിറമുള്ളതായി അനുഭവപ്പെടും. പനിയും ചിലപ്പോൾ കാണും അതിൻ്റെ കൂട്ടത്തിൽ. കാരണം അതിൻ്റെ അകത്ത് ഇത് ഇൻഫെക്ഷൻ ആകുന്നതാണ് കാരണം. പനിയോടുകൂടി കരപ്പനും അസ്വസ്ഥത, സംഭ്രമം, ചുവന്ന നാക്ക്, ഇടയ്ക്കിടെ അല്പാൽപമായി വെള്ളം കുടിക്കുക, കുറച്ച് സ്മോൾ ഇൻട്രവൽസ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ആണല്ലോ ആർസനിക് ആൽബ്. അതാണ് സിംറ്റം. അത് കണ്ടാൽ ആർസനിക് ആൽബ് കൊടുക്കേണ്ടത്. ഒരുപാട് കുരുക്കൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വന്നത് വളരെ ചുമന്നായിരിക്കുന്നെങ്കിൽ കൊടുക്കേണ്ടത് വെള്ളമാണ്. ഇൻഫ്ലൈംഡ് ആയിരിക്കും, വളരെ ചുമന്നായിരിക്കും, വേദനയുണ്ടായിരിക്കും, പുകച്ചിലുണ്ടായിരിക്കും. അതാണെങ്കിൽ വെള്ളോണായ അത് നമുക്ക് കാണുമ്പോൾ അറിയാം. ഒരുമാതിരി ചുമന്ന് തുടുത്തിരിക്കും, നല്ല റെഡ്നെസ് ആയിരിക്കും. മുഖത്താണ് വരുന്ന കുരുക്കളാണെങ്കിൽ നീർക്കെട്ടും വീക്കവും കാണും, സ്വെല്ലിങ് കാണും. അതായത് മുഖത്ത് എന്തോ ചരന്തി ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ പൂക്കണമെന്ന് തോന്നും. മുഖത്ത് ഇങ്ങനെ എന്തോ ഇരിക്കുന്ന കാര്യം ഇങ്ങനെ പൂത്തുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മെഡിസിന് ബോറാക്സ് ആണ്. വേദനയോട് കൂടിയുള്ള കുരുക്കൾ പരുവായി തീരുവാനുള്ള സാധനം. ആദ്യം വേദന ഇങ്ങനെ അത് ഉരുട്ടുകൂടും, അവിടെ പരു വരാനുള്ള ഒരു വിങ്ങൽ കാണും. അങ്ങനെയാണെങ്കിൽ അതിന് സൈരീഷ്യ കൊടുത്താൽ, അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിനേഷ്യ മദർ ടിഞ്ചറോടെ കൊടുത്താൽ, അത് പഴകിയ കരപ്പനാണേലും വരാനുള്ളതാണേലും പെട്ടെന്ന് സൈരീഷ്യ ഹയർ ഡോസ് കൊടുത്താൽ അമുങ്ങിപ്പോവും. ഈ ലോവർ പൊട്ടൻസി കൊടുത്താൽ അത് പൊട്ടാറായതാണ്, പൊട്ടി വെളിയിലോട്ട് പോകും. അതായത് ചിലപ്പോൾ പരിക്ക് പറ്റി എവിടെയെങ്കിലും വീണോ ഒരഞ്ഞോ ഒക്കെ ഉള്ളത് കൊണ്ട് വരുന്നതാണെങ്കിൽ കരപ്പൻ അവിടെ ഇങ്ങനെ ചൊറിഞ്ഞ് ഇങ്ങനെ വരികയാണെങ്കിൽ അതിന് കലണ്ടുലായാണ്. സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. എന്നോട് 1-2 പേര് വിളിച്ച് പറഞ്ഞത് കൊണ്ട് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇത് മനസ്സിലാകാനല്ല, അല്ലാതെ ചുമ്മാ ഇത് വായിച്ച് അമ്പലത്തിലെ പൂജ പോലെ കഴിക്കാനുള്ള കാര്യമായിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. വീണ്ടും മുഖത്ത് കുരുക്കളിൽ ദുർഗന്ധമുള്ള ദ്രാവകം നിറഞ്ഞ് ഒരു സൈസ് അഴുക്ക് മണമുള്ള ദ്രാവകം ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കും. അതാണെങ്കിൽ ക്രോട്ടാലസ് ഓറിഡിക്കസ് ആണ്. ക്രോട്ടാലസ് ആണ് മെഡിസിൻ. പിന്നെ ഇതിനെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണവും കിട്ടിയില്ലെങ്കിൽ പുകച്ചിലുണ്ട്. അത് ക്ലീൻ ചെയ്യുമ്പോൾ പുകച്ചിലും ഉണ്ടെങ്കിൽ ഇന്റർ കറന്റ് ആയിട്ട് കൊടുക്കാവുന്ന മെഡിസിൻ സൾഫറാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറമ്പോസോ കാലിബോസോ ഒക്കെ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് വല്ലതും തോന്നുന്നുണ്ടോ? ഇവിടുന്ന് ചില സൗണ്ട് ഞാൻ കേൾക്കുമ്പോൾ? അതായത് എൻ്റെ വീട്ടിൽ കുറെ ഗസ്റ്റ് ഉണ്ട്, അവരെല്ലാം കൂടെ ഏതാണ്ടൊക്കെ പരിപാടികളാണ്. അന്നേരം ഒച്ച വെക്കുന്നുണ്ട്. വരണ്ട ചർമ്മം, ഇനി ഡ്രൈ സ്കിന്നിനെ കുറിച്ചാണ്. ഉണങ്ങി വരണ്ട് വിണ്ട് കീറിയ ചർമ്മം,
ഈയിടെ ഞാൻ ഒരാൾക്ക് കൊടുത്തു. അതായത് കഴിഞ്ഞ വിന്റർ സീസണിൽ, അതായത് കഴിഞ്ഞ ഡിസംബറിൽ അയക്ക് കൊടുത്തത്. ഈ എല്ലാ വിന്ററിലും അയക്കിങ്ങനെ ഈ ചർമ്മം ഇങ്ങനെ വിണ്ട് കീറിയിട്ട് ചൊറിച്ചിലും വളരെ അസ്വസ്ഥതയും. ചിലപ്പോൾ ചൊറിഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് മുട്ടിയാൽ മതി, അവിടെ ചൊറിഞ്ഞ് ചോര വരെ വരും. ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് ആഴ്സനിക് കാർബ് കൊണ്ടാണ്. വരണ്ട് പരുപരുത്ത് ചെതുമ്പൽ പോലെ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഒരുമാതിരി ഇതിൻ്റെ മീനിൻ്റെ ഒക്കെ ചെതുമ്പൽ പോലെ വരും ഡ്രൈ ആയിട്ട്. അങ്ങനെ വന്നാൽ അത് തന്നെ ഉണങ്ങി വരണ്ട് കീറിയ നഖങ്ങളുടെ ചർമ്മം എളുപ്പത്തിൽ പൊട്ടിപ്പോകുന്നു. അങ്ങനെയാണെങ്കിൽ അലൂമിനായ നഖത്തിലെ ചുറ്റുമുള്ള പൊട്ടി പോവുകയാണെങ്കിൽ അതിന് അലൂമിന കൊടുത്താൽ നല്ല കുറവ്. അത്യധികമായി വരണ്ട ചർമ്മമാണെങ്കിൽ നക്സോമിക്കായാണ് മോസ്കിറ്റായാണ്. ഞാൻ നിർത്തി പറയുന്നത് എഴുതാനുണ്ടോ എഴുതിക്കോട്ടെന്ന് ചോദിച്ചാൽ 1-2 പേര് എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ഇതൊന്നും എഴുതിയെടുക്കാൻ പറ്റുന്നില്ല, ചില സ്പീഡ് കൂടുതൽ, അതൊന്ന് നിർത്തി പറയുന്നു. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ചെറുമ്പര് പോലെ ഈ വരണ്ട ചർമ്മം വീണ്ടും വരികയാണെങ്കിൽ ഈ അസഹനീയമായ ചൊറിച്ചിലും പുകച്ചിലും ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ ഇന്റർകറണ്ടായിട്ട് സൾഫർ ഒരു എല്ലാത്തിനും ഈ സ്കിൻ ഡിസീസിനെല്ലാം നമുക്ക് സാധാരണ റിസൾട്ട് കൊടുക്കുന്ന മെഡിസിനൊന്നും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ്. ഏത് കണ്ടീഷനാണെങ്കിലും പേരൊന്നും നോക്കണ്ട, കണ്ടീഷൻ എന്താണെങ്കിലും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ സൾഫർ 0/3. എനിക്ക് ഏറ്റവും കൂടുതൽ പേരുണ്ടാക്കി തന്ന ഒരു മെഡിസിനാണ് സൾഫർ. ആദ്യമൊക്കെ പേടിയായിരുന്നു, എന്നാലും പറയില്ല, എല്ലാം വെളിയിലോട്ട് വരും, കണ്ടമാനം കൂടുമൊന്നുമില്ല. ഈ എല്ലാം പൊട്ടൻസി കൊടുത്താൽ മതി, കൂടത്തൊന്നുമില്ല. അതും ഡോസും മിനിമം ആയിരിക്കണം. ഇനി ഇംപെൻഡിഗോ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പ്രധാനമായും സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ഒരു സ്റ്റെഫൈലോകോക്കസ് ഇൻഫെക്ഷൻ, ഒരു ചർമ്മരോഗം ആണ് ഇംപെൻഡിഗോ. കുട്ടികളാണ് സാധാരണയായി ഈ രോഗം കാണുന്നതെങ്കിലും പ്രായമായവരിൽ ഇത് കണ്ടുവരുന്നുണ്ട്. രോഗം ബാധിച്ച സ്ഥലത്ത് ചൊറിച്ചിലോട് കൂടിയ ചുവപ്പ് കുരുക്കൾ കാണും. ചർമ്മത്തിൽ നിന്ന് നീര് ഒഴുകിക്കൊണ്ടിരിക്കുകയോ വരണ്ട് കാണുകയോ ചെയ്യും. പകരുവാൻ സാധ്യതയുള്ള ചർമ്മരോഗമാണ്. ഇത് ഒരു സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷനാണ്. അതിന് ഞാൻ സാധാരണ കൊടുക്കാറുള്ള ഞാൻ പലരും ഇതിന് എഫക്റ്റ് കൊടുക്കുന്ന ഇൻഡിക്കേറ്റഡ് മരുന്നാണ് നല്ലത്. അത് കൊടുത്തിട്ട് ഇൻഡിക്കേറ്റഡ് മരുന്ന് കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ സ്റ്റെഫൈലോകോക്സിന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുറവ് കിട്ടും. അത് 200 ആണ് ഞാൻ കൊടുക്കുന്നത്. 200 അത് കൊടുക്കുന്നത് അന്നേരം വളരെ ആശ്വാസം കിട്ടുന്നുണ്ട്. പിന്നെ പഴയതുപോലെ എല്ലാത്തിനും ചൂട് കൊണ്ട് കുറവ് കിട്ടുന്നതാണെങ്കിൽ ആഴ്സനിക് കാർബാണ്. തണുപ്പ് കൊണ്ടാണ് കുറവ് കിട്ടുന്നെങ്കിൽ ബാപ്റ്റീഷ്യയാണ്. വളരെ കട്ടി കൂടിയതും മഞ്ഞ നിറത്തിൽ കട്ടിയുള്ള പരണ്ടയോട് കൂടിയ വ്രണങ്ങൾ, അവയ്ക്കുള്ളിൽ മഞ്ഞ നിറത്തിലുള്ള പഴുപ്പ്, വ്രണത്തിന് ചുറ്റും വെള്ളം നിറഞ്ഞ കുരുക്കൾ, അത്യധികമായ ചൊറിച്ചിലും അഗ്നിക്ക് തുല്യമായ, അതായത് നമ്മൾ ഒരുമാതിരി കൈ പൊടിയാലുള്ള കൂട്ടുള്ള പുകച്ചിലായിരിക്കും. വ്രണങ്ങൾക്ക് ചുറ്റും ചുമപ്പ് നിറം കാണും. തുറസായ വെളിവായു ശമനം. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അകത്ത് മുറിയിടക്കാത്തിരിക്കുമ്പോഴാണ് കൂടുതൽ. ചൂടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴും സ്പർശനം കൊണ്ടും ചലനം കൊണ്ടും ലക്ഷണങ്ങൾ വർദ്ധിക്കുകയാണെങ്കിൽ മെസ്സേറിയ, അതായത് ഒരുമാതിരി പൊട്ടം പിടിച്ചിരിക്കും. അത് കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് തലയിലാണ്. തലയിൽ ഈ മുടിയൊക്കെ കൂടെ വന്നിട്ട് ഇതെല്ലാം കൂടെ അടിഞ്ഞൊരുമാതിരി പൊട്ടം പോലെ ഇങ്ങനെ ഇരിക്കും, ആണെങ്കിൽ മെസ്സേറിയ. കുട്ടികളുടെ മുഖത്തും കയ്യിലും മുട്ടിലും കാണുന്ന കുരുക്കൾ, മുഖത്തെ കയ്യിലെ മുട്ടില് കാണുന്ന കുരുക്കൾ, വ്രണത്തിൽ ചുവപ്പ് നിറത്തിലുള്ള ഭാഗവും പൊള്ളലും പഴുപ്പും കാണും. കട്ടിയുള്ള പരണ്ടിൽ വിള്ളൽ ഉണ്ടായി അതിൽ കൂടി കട്ടിയുള്ള മഞ്ഞപ്പഴുപ്പ് ഓടിക്കൊണ്ടിരിക്കും. വയോള എന്ന് പറയുന്ന മെഡിസിനാണ് വയോള.
മറ്റേതിന് മെസ്സീരത്തിനും മഞ്ഞ കളറാണ്. അതിൻ്റെ പഴുപ്പിൻ്റെ കളർ ഒരു പ്രത്യേകതയാണ്, എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഒരു സംഗതിയാണ്. ഇൻഡട്രിഗോ എന്താണെന്ന് വെച്ചാൽ അമിതമായ വണ്ണം കാരണം. ഇത് കൂടുതലും സ്ത്രീകളിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പുരുഷന്മാരുടെ അപൂർവം ചിലരുണ്ട്, കൂടുതലും സ്ത്രീകളിലാണ് കണ്ടിരിക്കുന്നത്. അമിതമായ വണ്ണം കാരണം ചർമ്മം തമ്മിൽ ഉരസി ആ ഭാഗത്ത് തൊലി പോവുകയും ചൂടും പുകച്ചിലും ചൊറിച്ചിലും നീർവീക്കവും കാണുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇൻഡട്രിഗോ എന്ന് പറയുന്നത്. സ്തനത്തിൻ്റെ, അതായത് ഈ ബ്രസ്റ്റിൻ്റെ അടിയിലും തുടയിടുക്കിലും ഉദരത്തിൻ്റെ മടക്കിലും സാധാരണയായി കണ്ടുവരുന്നു. പഴകിയ അവസ്ഥയിൽ ചർമ്മത്തിന് വേദനയും വിണ്ടുകീറലും രക്തസ്രാവവും വരെ കാണും. ഇതൊരു പ്രധാനപ്പെട്ട, കൂടുതലും മണ്ണോളം ലേഡീസിലൊക്കെ, കൂടുതൽ വിശപ്പൊക്കെ കൂടുതലുള്ളവർക്കൊക്കെ ഇത് സാധനമാണ്. മുലക്കടിയിൽ, കഴലിക്ക്, അങ്ങനെ കുടയുടെ ഭാഗങ്ങളിൽ വയറിങ്ങനെ താഴോട്ട് കൂടുതൽ ചുടിഞ്ഞു കിടക്കുന്നവരുടെ വയറിൻ്റെ ഭാഗത്ത് ഇതൊക്കെയാണ് ഇവിടെ കൂടുതൽ കാണുന്നത്. നടക്കുമ്പോൾ തുടകൾ, നല്ല മണ്ണുള്ളവരുടെ തുട തമ്മി ഉരസുമ്പോൾ തൊലി ഇളകിപ്പോവും. ചർമ്മത്തിൻ്റെ മടക്കിലെല്ലാം അമിതമായ വിശർപ്പ്. കുടയുടെയും അരക്കെട്ടിൻ്റെയും ഇടയിൽ ചൊറിച്ചിലും കുരുക്കളും കാണുന്നു. ചെറിയ ചെറിയ കുരുക്കൾ കാണും. എന്നിട്ട് അത് ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്കെല്ലാം ഭയങ്കര ചൊറിച്ച, അസഹനീയമായ ചൊറിച്ചിലാണ്. എത്തൂസ സൈനാപ്പിയ മെഡിസിൻ. എത്തൂസ സൈനാപ്പിയ. ചർമ്മത്തിൻ്റെ മടക്കൽ, തുടകൾക്കിടയിൽ, കുട്ടികളിൽ പല്ലു മുളയ്ക്കുന്ന കാലത്ത് വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാകാറുണ്ട്. ഈർപ്പമുള്ള ചൂട് കാലാവസ്ഥ, അതായത് വിശർക്കുമ്പോൾ ഇത് കൂടുതൽ. കിടക്കുമ്പോൾ രാത്രിയിലും ആണെങ്കിൽ കുറച്ച് ആശ്വാസം കിട്ടും. നല്ല തെളിവായ ശുദ്ധമായ കാലാവസ്ഥയിലും വർധന. അതായത് വെളിയിലോട്ട് ഇറങ്ങാൻ മേലെ, വെളിയിലോട്ട് ഇറങ്ങിയാൽ ചൊറിച്ചിന് കൂടുതൽ. വരണ്ട കാലാവസ്ഥ, പ്രത്യേകിച്ച് വരണ്ട കാലാവസ്ഥ. പൗഷ്ടികം ആണ് മെഡിസിൻ. ഞാൻ മരുന്ന് ആദ്യം പറയണോ അതോ സിംറ്റംസ് പിന്നെ പറയണോ? ഇതിൻ്റെ ഏതാ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത്? ഏതാ? അത് രണ്ടും ഒരുപോലെയാണ്. അല്ല, സിംറ്റംസ് പറയുമ്പോ ഇച്ചിരി പതുക്കെ ആയാലേ. ആയിക്കോട്ടെ. കഴുത്ത്, ചെവിയുടെ പുറകിൽ, ഇവിടെയൊക്കെ കാണും. ഒത്തിരി പേർക്ക് ഉണ്ടാകുന്ന, കൂടുതലും പ്രായമാകുമ്പോൾ അരക്കെട്ട്, തുടങ്ങിയ ഭാഗങ്ങളിൽ ചർമ്മം ഇളകിപ്പോകുന്നു. രാത്രിയിലും ചൂടുണ്ട്, രാത്രി കൂടുതലാണ്. കഴുത്ത്, ചെവി, അരക്കെട്ടിൻ്റെ പുറകിൽ ഇവിടെ എന്താണ് ഇത് കൂടുതൽ. തടിച്ച ശരീരമായി. അങ്ങനെയാണെങ്കിൽ ഗ്രാഫൈറ്റിസ് ആണ് അതിൻ്റെ മെഡിസിൻ. കൂടുതലും കൊടുക്കരുതേ. കൂടുതൽ കൊടുത്താൽ അഗ്രവേഷൻ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കും. ആവർത്തിച്ച് വീണ്ടും വീണ്ടും വരുന്ന ഇൻഡട്രിഗോ ലൈക്കോപോഡിയ. രോഗം ബാധിച്ച ഭാഗത്ത് അസഹനീയമായും ഒരു കാരണവശാലും സഹിക്കാൻ മേലാത്ത വേദന, ഇടയ്ക്ക് ചൊറിച്ചിലും കാണും, പുകച്ചിലും വേദനയൊക്കെ കൂടുതലുണ്ടെങ്കിൽ, കൂടുതൽ അത് രാത്രികളിലായിരിക്കും കൂടുതൽ. രാത്രി കൂടുതൽ മെർസോളാണ് മെഡിസിൻ. മെർസോൾ. കീലോയിൽ, അടുത്തത് കീലോയിൽ. മുറിവ്, തീപ്പൊള്ളൽ തുടങ്ങിയവ ഉണങ്ങിയതിന് ശേഷം അവയുടെ പാടിൽ നിന്നും വളർന്നു വരുന്ന ഉറച്ച മൃദുവായ കോശങ്ങൾക്കാണ് കീലോയിഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ തടിച്ചിരിക്കും. എവിടെയെങ്കിലും നമ്മൾ നേരത്തെ ഓപ്പറേഷൻ ചെയ്ത സ്ഥലമായിരിക്കാം, വേറെ എന്തെങ്കിലും വ്രണം വന്നതായിരിക്കാം, പൊള്ളൽ വന്നതായിരിക്കാം. അവിടെ ഇങ്ങനെ കല്ലിക്കും. അതിനെയാണ് കീലോയിഡ് എന്ന് പറയുന്നത്. ചിലപ്പം എവിടെയെങ്കിലും ഇഞ്ചുറി ഒക്കെ വന്നിട്ട് ചതവോ പൊള്ളലോ ഒക്കെ ഉണ്ടാകുന്നിടത്ത് കീലോയിഡ് വന്നാൽ പൗഷ്ടികമാണ് മെഡിസിൻ. പൗഷ്ടികം. അത് പ്രത്യേകിച്ച് ഈ പൊള്ളലൊക്കെ വന്നിടത്ത് കൂടുതൽ വന്നാൽ പൗഷ്ടികം ഈസ് ദി മെഡിസിൻ. ഞാൻ ഒരുപാട് കേസ് കുറച്ചിട്ടുണ്ട്. ഈ പൊള്ളിയിട്ട് ഇങ്ങനെ അത് കുറയാതെ അവിടെ തടിച്ച് കിടക്കും. അത് കൂടുതൽ പൊള്ളിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ അത് തടിക്കുവാണ്. ഒരുപാട് കേസുകൾ കുറച്ചിട്ടുണ്ട്. കീലോയിഡിൻ്റെ ആദ്യഘട്ടത്തിൽ കൊടുക്കാവുന്ന ഔഷധം, ഫസ്റ്റ് സ്റ്റേജ്. ഇത് വീണ്ടും വീണ്ടും റെപ്പറ്റീഷൻ വരും കേട്ടോ. കാരണം നമ്മുടെ മെഡിസിനും ഡിസീസ് അല്ല പ്രധാന, സിംറ്റംസാണ്. പശ പോലെ ഒട്ടിപ്പിടിക്കുന്ന സ്രാവമാണ് വരുന്നത് കീലോയിഡിൽ നിന്ന്. ചിലരുടെ അകത്ത് ചൊറിഞ്ഞ് ഒരു സൈസ് ഒട്ടുന്ന വെള്ളം വരും, പശ പോലെ. അങ്ങനെയാണെങ്കിൽ ഗ്രാഫൈറ്റിസ് ആണ് വരുന്നത്.
അതിൻ്റെ അരികെ തിരോയിഡിൻ്റെ അരികെ ചൊറിഞ്ഞിട്ട് ചുമന്നാ വരുന്നെങ്കിൽ ദുർഗന്ധമുള്ള വിയർപ്പ്, ചൂട് കൊണ്ട് വർദ്ധിക്കുകയാണ് ഫ്ലൂറിക് ആസിഡും വരും. വേറൊരെണ്ണം ആഴ്സനിക് ആണോ, അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, വീണ്ടും അതുകൊണ്ട് അത് പറയുന്നില്ല. പഴുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് പഴുത്ത് വീണ്ടും പൊട്ടും, പിന്നെ കരയും, വീണ്ടും വരികയാണെങ്കിൽ സൈനീഷ്യാണ്. വീണ്ടും വരികയും പൊട്ടുകയും പഴുക്കുകയും ചെയ്യുകയാണ്. പിന്നെ എന്നിട്ടും കുറഞ്ഞില്ല, സൈനീഷ്യ കൊണ്ടും കുറഞ്ഞില്ലെങ്കിൽ ഒരു ഇന്റർകറന്റ് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് ട്യൂബർക്കുലിൻ. ട്യൂബർക്കുലിനൊക്കെയാണ് ഞാൻ 200 1 ഡിവൈഡഡ് ഡോസാണ് കൊടുക്കുന്നത്. പിന്നെ ഇതൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ കാർക്കേറിയ ഫ്ലോർ 6X കൊടുത്താൽ കുറച്ചുകൂടെ വേഗം ഇത് കാണാറുണ്ട്. അടുത്തത് കുഴിനകം. സമയമെങ്കിൽ പറഞ്ഞോണേ, ഞാൻ സമയത്തിനോട്ട് നോക്കുന്നില്ല, അതാ ഞാനങ്ങനെ പറയാൻ കാര്യം. കുഴിനകം, അതായത് വിറ്റിലോ കുഴിനകത്തിന് നൽകാവുന്ന, ഇപ്പം ഏറ്റവും കൂടുതൽ ഈ വീട്ടിലൊക്കെ കൂടുതൽ ചെരുപ്പൊന്നും എടുക്കാതെ ഈ വയലിലൊക്കെ ജോലി ചെയ്യുന്നവരില്ല ഇത് കൂടുതൽ കാണും. പറമ്പിലൊക്കെ മണ്ണിലൊക്കെ കൂടുതൽ ജോലി ചെയ്യുന്നവരില്ല കുഴിനകം കൂടുതൽ കാണും. അല്ലാത്തവരും കാണാം, പക്ഷെ ഇവർക്കാ കൂടുതൽ. ഇതിൽ നിന്ന് പഴുപ്പിങ്ങനെ വരും. അതിൻ്റെ പ്രധാനപ്പെട്ട മരുന്ന് മൈറിസ്റ്റിക്കാണ്. ഒരുപാട് പ്രയോജനം കിട്ടും. അത് ഞാൻ കൂടുതലും കൊടുക്കുന്നത് മദർ ടിഞ്ചറാണ്. മദർ ടിഞ്ചറിന് കൂടുതൽ ആ ഭാഗത്തും വെച്ചും. പിന്നെ ഇത് കൂടാതെ ഈ ഗ്ലിസറിൻ മാസത്ത് വെച്ച് കിട്ടുമ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ ഈ പഴുപ്പിങ്ങനെ വലിച്ചിങ്ങെടുക്കും. എന്നാലും പെട്ടെന്ന് കുറവ് കിട്ടും. കഠിനമായ പൊട്ടാൻ പോകുന്ന പോലുള്ള വേദന, നഖം പഴുത്ത് ഇളകിപ്പോ, അത് ഭയങ്കരമായിട്ട് അസഹനീയ വേദന, ഏതാണ്ട് കുത്തി പറിക്കുന്ന മാതിരിയുള്ള വേദന. അങ്ങനെ വന്നാൽ കൊടുക്കാവുന്ന മരുന്ന് ഹെപ്പാർ സൾഫാണ്. സൂചി കൊണ്ട് കൊത്തുന്ന പോലെയാണെങ്കിൽ ആ വേദനയെങ്കിൽ ലഡംപാലാണ് മെഡിസിൻ. ആദ്യം തന്നെ ഇത് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ സൈനീഷ്യ കഴിച്ചു കഴിഞ്ഞാൽ, ലോവർ പൊട്ടൻസി കഴിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 3X 6X കഴിച്ചു കഴിഞ്ഞാൽ അത് പഴുക്കാനുള്ള സാധ്യത സൂചി കൊണ്ട് കുറവാണോ? സാധ്യത കുറവാണ്. അത് പഴുപ്പാകുകയില്ല. അത് തുടക്കത്തിലെ കഴിക്കണം. അത് 3X 6X ബയോകെമിക്കാണ് ഞാൻ സാധാരണ കൊടുക്കാറുണ്ട്. എന്നാലും അത് പെട്ടെന്ന് തന്നെ അത് അങ്ങ് നിന്നുപോകും. അതിൻ്റെ വേദനയും പഴുപ്പൊക്കെ നിൽക്കാറുണ്ട്. പിന്നെ സൂചി കൊണ്ട് കുത്തുന്ന കൂട്ടുള്ള വേദനയാണെങ്കിൽ ഡയാസ്പോറിയ മെഡിസിൻ. നമുക്ക് സിംറ്റംസ് അനുസരിച്ചാണല്ലോ മെഡിസിൻ. സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ല സർ. അരിമ്പാറ 1-2 പേര് വിളിച്ചു പറഞ്ഞു, വളരെ നന്ദി. അതായത് മനസ്സിലാകാൻ വേണ്ടിയല്ല ഈ പറയുന്നത്. അരിമ്പാറ വാട്സ്, ഇത് ഹോമിയോപ്പതിക്കാർക്ക്. എക്സ്റ്റേണൽ ഉണ്ടോ സാറേ ഇപ്പൊ പറഞ്ഞ ഈ കുഴിനകത്തിന് വല്ല ഞാനത് കൂടുതൽ പറയാഞ്ഞത് എന്നാണെന്ന് വെച്ചാൽ, എംഫസിസ് പറയുന്നത് ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത് ഈ അലോപ്പതിക്കകത്ത് മയസർപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പാല് പോലെ ഇരിക്കും. മഗ്നീഷ്യം സൾഫേറ്റും ഇത് നമ്മുടെ ഗ്ലിസറിനൂടെ കൂടി മിക്സ് ചെയ്ത് ചൂടാക്കിയിട്ട് ഒരു ദ്രാവം പോലെ ഒരു സാധനം കിട്ടും. അത് വെച്ച് കെട്ടിയാൽ അത് പഴുപ്പിനിങ് അബ്സോർവ് ചെയ്യും, വേഗം കുറവാകും. ചിലർ പറയും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊടുക്കരുതെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയാൻ. വേഗം ആ പഴുപ്പിങ് വലിച്ചെടുക്കും, അന്നേരം തന്നെ വേദന കുറയും. ഒറ്റ ദിവസം കൊണ്ട് വേദന കുറയും. അരിമ്പാറയാണെങ്കിൽ അത് ഏറ്റവും ഹോമിയോപ്പതിക്കാർക്ക് കിട്ടുന്ന ഏറ്റവും പേരെടുക്കാവുന്ന ഒരു ഏരിയയാണ് അരിമ്പാറ അല്ലെങ്കിൽ വാട്സ്. ഇളം കൈയിലും ഉള്ളംകാലിലും കഴുത്തിലും വരുന്ന അരിമ്പാറയാണെങ്കിൽ ആന്റിയംക്ലോഡം കൊടുക്കാം. ഉള്ളം കൈയുടെ വെള്ളയില്, കാലിന്റെ പാദത്തേല്, കഴുത്തില് വരുന്ന അരിമ്പാറയാണെങ്കിൽ ആന്റിമണി ക്ലോഡം. ആന്റിയംക്ലോഡം ഞാൻ എല്ലാവരും ഉപയോഗിക്കുന്നത് ആണിക്ക.
ഇതിനും കൊള്ളാം. പിന്നെ അരിമ്പാറ പതിയെ പതിയെ മൃദുവാക്കി കളയുന്ന ഒരു മെഡിസിനാണ് അനാഗരീസ് എന്ന് പറയുന്നത്. ലോവർ പൊട്ടൻസിയാണ് ഉപയോഗിക്കുന്നത്. 1x ആണ് പോകുന്നത്. ദിവസം 4-5 പ്രാവശ്യം കൊടുക്കാം. ഒരു ദിവസം നോക്കുമ്പോൾ അത് കാണത്തില്ല. ശരീരം മുഴുവൻ ചെറുതായി, അതായത് ഒരുമാതിരി ഈ എന്നാ പറയുന്നത്, നമ്മൾ ഈ അരിയുടെ ഒക്കെ അവസാനം ഒരുമാതിരി കറുത്ത അരി പോലെ കാണിയത്, ചെറിയ ചെറിയത് അതുപോലെ കാണും. മേല് മുഴുവൻ കൺപോളകളിൽ കാണും, മുഖത്ത് കാണും, മൂക്കിൽ കാണും, കൈകളിൽ കാണും, പുറത്ത് എല്ലാം സർവത്ര ചെറിയ ചെറിയ തരിതരിയായിട്ട്. പിന്നെ ചിലപ്പോൾ അത് ഇച്ചിരി വലുതാകുകയും ചെയ്യാം. അത് എന്നാലും കൂടുതൽ ഇങ്ങനെ വിതറിയ മാതിരി ഇരിക്കും. അത് ചൊറിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് രക്തം വരും. അതിൻ്റെ അകത്തുനിന്ന് ഈ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് രക്തം തന്നെയല്ല, ചിലപ്പം വെള്ളം ഊറിക്കൊണ്ടിരിക്കും. ഇച്ചിരിച്ച് നനഞ്ഞ് വെള്ളം വരും. പോസ്റ്റിക്കാണ് മരുന്ന്. ഒരുപാട് പേരൊക്കെ ഞാൻ കുറച്ചിട്ടുണ്ട്. ഈ ചെറിയ ചെറിയ മുഖത്ത് ഇങ്ങനെ ചെറിയ ചെറിയ അവിടെ ഇവിടെ എല്ലാം മുഴുവൻ നോക്കി കാണുന്നു. എന്നിട്ട് ആർക്കെങ്കിലും ഇവിടെ ഉണ്ടോയെന്ന് നോക്കുമായിരുന്നു. കാണുന്നില്ല. ചിലർക്കുണ്ട്. അതെ, 0/3. ഇടയ്ക്ക് ഞാൻ അതിനൊരു വേറൊരു പ്രയോഗം ചെയ്യും. ഈ 0/3 കൊടുത്തിട്ട് വലിയ പ്രയോജനമില്ല. അതിനിടയ്ക്ക് ഒരു 1 10 ഒക്കെ ഒരു ഡോസ് കൊടുക്കും. അതെനിക്കൊരു കൽക്കട്ടയിലെ ഒരു ഡോക്ടർ പറഞ്ഞു തന്നതാണ്. നമ്മൾ പൊട്ടൻസി ചേഞ്ച് കൊടുക്കുമ്പോൾ ഒരേ സൈസ് പൊട്ടൻസി കൊടുത്താൽ ചിലപ്പം ഡോസ് കണ്ടില്ലെങ്കിൽ സെൻറ്റിസ്മേറ്റ് പൊട്ടൻസി കൈ കൊടുക്കാം. ഇടയ്ക്ക് എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റിസൾട്ട് കിട്ടും. അത് പറഞ്ഞു കൽക്കട്ടയിലെ ഒരു ബാനർജി പറഞ്ഞു തന്ന ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്ന കാര്യം ചെയ്ത് നോക്കിയിട്ട് വളരെ പ്രയോജനമുണ്ട്, കുറവില്ലാത്തടത്ത്. പിന്നെ ഈ ബ്രസ്റ്റിൽ അരിമ്പാറ വന്നാൽ കാസ്റ്റർ ഇക്വസ് എന്ന് പറയുന്ന മെഡിസിനാണ്. കാസ്റ്റർ ഇക്വോ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റർ ഇക്വസ്, ഇക്വസ് അല്ല, ഇക്വൈ. പിന്നെ ലിംഗാഗ്രത്തിൽ കാണുന്ന അരിമ്പാറയാണെങ്കിൽ ആന്റിമണിയം ടാട്ടാണ്, ആന്റിയൻ ടാട്ട് കൊടുക്കണം. ലിംഗചർമ്മത്തിൽ കാണുന്നതാണെങ്കിൽ അരിമ്പാറയാണ് സെപ്പിയ. കൺപോളകളിലും കൈകളുടെ പുറത്തും. ഇത് നമ്മൾ പേഷ്യന്റ് വരുമ്പോൾ ഇത് ചോദിക്കണം. ചിലർ ഇതൊന്നും പറയല. നമ്മൾ ചോദിച്ചാലേ പറയുള്ളൂ. ചോദിക്കാൻ ചിലർക്ക് വിഷമം കാണും. കാണാമറിയത്ത് വല്ലതും ഇത് മറുകൊണ്ടോ എന്ന് ചോദിക്കണം. കാണാൻ മേലാത്തടത്ത് വല്ല, എന്നാലേ രോഗിയോ പറയുള്ളൂ. ചിലപ്പോൾ പലരും പറയല, നാണം കൊണ്ട്. താഴെ കൺപോളകളിലും കൈകളുടെ പുറത്തും വിരലുകളിലും അരിമ്പാറകൾ. അതിൻ്റെ ഒരുമാതിരി വലിപ്പമുള്ള മൃദുവായ അരിമ്പാറ ഡൽക്കമറാണ്. കൈയുടെ ഈ വെള്ളയിലും ഇവിടെ ഇവിടെ എല്ലാം കാണും. കൈയുടെ ഫിംഗർ ലിപ്സിലൊക്കെ കാണും. വലിയ വലിപ്പമേറിയതും പരുപരുപ്പുള്ളതും അരിമ്പാറകൾ. കഴുകുന്ന സമയത്ത് പെട്ടെന്ന് രക്തം വരും. നമ്മൾ ഈർപ്പമുള്ള ഒരു സൈസ് വെള്ളം അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ചൊറിച്ചിലും നൈട്രിക് ആസിഡ്. പുകച്ചിലും ചൊറിച്ചിലും രണ്ടും മാറി മാറിയാ വരുന്നെങ്കിൽ സബൈനായ മരുന്ന്. പിന്നെ സബൈനായക്ക് അതിൻ്റെ മദത്തിഞ്ചർ പുറമെ പുരട്ടാനും നല്ലതാണ്. വളരെയധികം നമ്മൾ പൂജായോ സബൈനായോ മദത്തിഞ്ചർ പുരട്ടാൻ പുറമെ. അങ്ങനെ ഒന്നുകൂടെ കൂടുതലും പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ പൊഴിഞ്ഞു. വലിപ്പമേറിയ വിത്തുകൾ പോലെയുള്ള അരിമ്പാറകൾ ജനനേന്ദ്രിയത്തിലാണ് പ്രത്യേകം. അത് പൂജയാണ്. കോളിഫ്ലവർ പോലെ ഇരിക്കുന്ന എന്താണെങ്കിൽ ഇറഗുലറായിട്ടുള്ളതാണെങ്കിൽ സ്റ്റാഫീസ ക്രിയ കൊണ്ട് പറയും. ഈ രോഗിക്ക് ഹെറിഡിറ്ററി ആയിട്ട്
ക്യാൻസറോ അല്ലെങ്കിൽ ഇതുപോലെ വന്നിട്ടുള്ള അച്ഛനോ അമ്മയ്ക്കോ അമ്മൂമ്മയ്ക്കോ അപ്പൂപ്പനോ ഒക്കെ വന്നിട്ടുള്ളതാണെങ്കിൽ കാർസിനോസിൻ ഇന്റർകറന്റ് ആയിട്ട് കൊടുക്കാവുന്നതിന് വേണ്ടി. ബയോകെമിക് ആണെങ്കിൽ നേട്രമോറോ കാരിയമോറോ കൊടുക്കാം. സ്പീഡ് കൂടുതലുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. എക്സിമ, അതായത് ചിലന്തച്ചൊറി എന്ന് പറയാവുന്ന പലരും പറയും. മലയാളത്തിൽ എക്സിമ എന്ന് പറയും, ഇംഗ്ലീഷിൽ അതിനെ ചിലന്തിച്ചൊറി എന്നാണ് പറയുന്നത്. അതിന് കൊടുക്കാവുന്നതാണ്. ആമാശയ രോഗങ്ങളോട് വയറ്റിൽ എന്തെങ്കിലും അസുഖത്തോടു കൂടി ഭയങ്കരമായ കട്ടിയുള്ള തൊലിയോടുകൂടി പൊട്ടയും കാണും. കിഴക്കയുടെ ചൂടേൽക്കുമ്പോൾ ചൊറിച്ചിൽ, അമിതമായ പുകച്ചിൽ, രാത്രി കൂടുകയാണെങ്കിൽ ആന്റിമണിയും ആന്റിൻഡാട്ടും കൊടുത്താൽ കുറയും. വെള്ളം നിറഞ്ഞ കുരുക്കൾ, ദുർഗന്ധത്തോടു കൂടിയ സ്രാവവും പൊട്ടയും ഉണ്ടാകുന്നു. പൊട്ടയെല്ലാം ഒന്നിച്ചു ചേർന്ന് രോഗം ബാധിച്ച സ്ഥലത്തെ ഒന്നായി പൊതിയുന്നു. ചെവിയുടെ പുറകിൽ വരുന്ന ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എനിക്ക് ഈയിടെ 1-2 കേസ് കിട്ടി. ഡൽഹിയിൽ നിന്ന് വന്ന ഒരു കേസ് കറുത്തിരിക്കും. തുടയിലും കാലിലും ചെവിയുടെ പുറകിലും അസഹനീയമായ ചൊറിച്ചിലും അതുപോലെ കറുത്ത് കരിവാളിച്ച് കിടക്കും. ഈയിടെ ആരോ ഒന്ന് വിളിച്ച് ചോദിച്ചിരുന്നു. ട്രൈസോറോബിനം എന്ന് പറയുന്ന മെഡിസിനാണ്. അത് ലോവർ പൊട്ടൻസി കൊടുത്താൽ പറയും. അതിൻ്റെ തന്നെ ഓയിൻമെൻറ്റോ മദർ ടിഞ്ചറോ ഡൈല്യൂട്ട് ചെയ്താൽ അവിടെ പഴുത്തിയാൽ പെട്ടെന്ന് കുറവ് കിട്ടും. വളരെ പഴക്കം ചെന്നാണെങ്കിൽ ചെതുമ്പല് പോലെയൊക്കെ കാണുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പുകച്ചിലും വേദനയും ദുർഗന്ധമുള്ള പഴുപ്പ് അതിൽ നിന്ന് ഊറി വരികയാണെങ്കിൽ ആർസനിക് ആൽബം കൊടുക്കാം. അതിൻ്റെ ഒരു ഇന്റർകറന്റ് ആയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് ബേസിലിൻ. മലദ്വാരത്തിനകത്താണെങ്കിൽ അതിൻ്റെ ദ്വാരത്തിനോട് അടുത്ത് കാണുന്ന ചൊറിച്ചിലും ഇതുമൊക്കെ ആണെങ്കിൽ ബെർബറീസ് വൾഗാരിസം. വിരലുകളിലും കൈവിരലുകളിലും കാണുന്ന വിരലിലും കൈവിരലും ആണെങ്കിൽ ബോറാക്സ് വരാം. പഴുപ്പ് നിറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പകരുന്നതാണെങ്കിൽ അങ്ങനെ ജുഗുലൻസ് സിനീറിയ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. അത് മദർ ടിഞ്ചർ 10 കൊള്ളി വീതം വെള്ളത്തിൽ കഴിച്ചാൽ അത് പെട്ടെന്ന് കുറയും. അത് അവിടെ പരട്ടുകയും ചെയ്യാം. ഇതായിട്ട് ഒരു ലോഷനായിട്ട് പരട്ടുകയും ചെയ്യാം. അന്നേരം വളരെ പകരുന്ന ഒരു ഇതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് വന്നാൽ ആ വീട്ടിൽ പലർക്കും അത് വരും. അമിതമായ വിറപ്പിന് ശേഷം വൃഷണത്തിനും ജനനേന്ദ്രിയത്തിനും കണ്ടുവരുന്ന എക്സിമ, വെള്ളം നിറഞ്ഞ പഴങ്ക് പോലെയുള്ള കുരുക്കൾ, പുകച്ചിലോട് കൂടിയുള്ള വേദന കാന്താരിസാണ്. അത് കാന്താരിസ് മദർ ടിഞ്ചർ 1:9 എന്ന അനുപാതത്തിൽ ചേർത്ത് പുറമേ പുരട്ടി വളരെയധികം റിലീഫ് കിട്ടും. തൊട്ടാൽ കുത്തുന്ന പോലെയുള്ള വേദന, ചുവപ്പ് നിറം, രാത്രിയിലും ചൊറിച്ചിലുകൊണ്ടും കൂടുകയാണെങ്കിൽ രാത്രി കൂടുകയാണെങ്കിൽ ലടംപാടാണ് മെഡിസിൻ. ലടംപാട് മൂത്രം, ആമാശയം, കരൾ സംബന്ധമായ രോഗങ്ങൾ ഓടുകൂടി കണ്ടുവരുന്ന ചിലന്തിച്ചൊറി, ചെമ്പ് നിറത്തിൽ മുഖത്ത് വരുന്ന കുരുക്കൾ, അസഹനീയമായ ചൊറിച്ചിൽ, ഒരു തരത്തിലും സഹിക്കാൻ പറ്റില്ല. കൂടുതൽ ഈവനിങ്ങും രാത്രിയിലുമാണ് കൂടുതൽ. ലൈക്കോപോഡിയ,
നിരോചർമ്മത്തിലുണ്ടാകുന്ന പ്രത്യേകിച്ച് കുട്ടികളുടെ ഒക്കെ തലയിൽ ഇങ്ങനെ ഒരുമാതിരി തൊപ്പി പോലെ ഇരിക്കും. അത്രയ്ക്ക് ഭയങ്കര ചൊറിച്ചിലായി. മഞ്ഞ നിറത്തിലുള്ള പഴുപ്പായിരിക്കും. ഒട്ടിപ്പിടിക്കുന്ന പോലെയുള്ള പഴുത്തിങ്ങനെ തൊപ്പി പോലെ ഇരിക്കും. ചിലപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ നെമറ്റോഡ്സ് വരെ വന്നെന്നിരിക്കാം. അതൊക്കെ ഉണ്ടെങ്കിൽ മെസേറിയാണ്. പിന്നെ നെമറ്റോഡ്സ് കണ്ടമാനം കൂടുതലുണ്ടെങ്കിൽ സൈനീഷ്യ കൊടുത്താൽ പൊക്കോളും. മുടിയുടെ അരികുഭാഗങ്ങളുണ്ടാകുന്ന ചൊറിച്ചിലും തൊലി പോയതുപോലെയുള്ള ചുവന്ന നീക്കമുള്ള കട്ടിയുള്ള ചിതമ്പലോടുള്ള ചൊറിയിൽ നിന്നും പഴുപ്പ് ഊറിക്കൊണ്ടിരിക്കും. ഉപ്പ് കൂടുതൽ ഉപയോഗിക്കും. ക്രേവിംഗ് ഫോർ ഉപ്പ് കാണും. സമുദ്രതീരത്തും ലക്ഷണങ്ങൾ അധികമാണ്. അതായത് ഈ സാധാരണ തീരത്ത് താമസിക്കുന്നതും അഥവാ ചിലപ്പം നമ്മൾ ഈ സീഷോറിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പം വരികയാണെങ്കിൽ അത് കൂടുകയാണെങ്കിൽ അത് നേട്ടമോടാണ്. പിന്നെ മഞ്ഞ് കാലത്ത് കാണുകയാണെങ്കിൽ കൈകൾ വിണ്ടു കീറുകയും രക്തസ്രാവം ഉണ്ടാകുകയാണ് പെട്രോളിയം. ഒരുപാട് പേർക്ക് കുറച്ചിട്ടുണ്ട്. മഞ്ഞപ്പഴുപ്പാണ് വരുന്നെങ്കിൽ ചൂട് കൊണ്ട് കൂടുകയും തണുപ്പ് കൊണ്ട് തുറന്ന സ്ഥലത്ത് ശമനം കിട്ടുകയാണെങ്കിൽ അഡ്സാറ്റിലായ മെഡിസിൻ. കുരുക്കളി പോലെയുള്ള കുരുക്കളാണ്. വരണ്ട ചിതമ്പലോട് കൂടിയ കുരുക്കൾ കൈമടക്കിന് മടക്കുകളിലൊക്കെ ഇവിടൊക്കെ ഇങ്ങനെ കയ്യുടെ കാലിൻ്റെ ഈ ഓപ്പറേറ്റഡ് ഫോസായിട്ട് ഇവിടൊക്കെയാണ് വരുന്നതെങ്കിൽ സെപ്പിയാണ് മെഡിസിൻ. അത് കുറവ് കണ്ടില്ലെങ്കിൽ ഒരു ഡോസ് ബേസിനും കൊടുത്തു കഴിഞ്ഞാൽ വേഗം കിട്ടും. പിന്നെ അതിന് എന്നിട്ടും കുറവ് കണ്ടില്ലെങ്കിൽ കൊടുക്കാവുന്ന വേറൊരു മരുന്നാണ് സർപ്പർ. ഇൻ്റർകറൻ്റായിട്ട് കൊടുക്കാം. പിന്നെ മുമ്പേ പറഞ്ഞ കൂട്ട് തന്നെ ഇതിനും ഒരു ഇൻ്റർകറൻ്റായിട്ട് കൊടുക്കുന്ന ടെട്രോകോസ്റ്റിനും കൊടുത്താൽ ചില കേസുകളിൽ കുറയാറുണ്ട്. ഇതുകൊണ്ടൊന്നും കുറഞ്ഞില്ലെങ്കിൽ ബയോകെമിക്ക് കാലിമൂർ, കാലിസർപ്പ്, നേട്രമൂർ, നേട്രംബോസ് ഇതൊക്കെ കൊടുക്കാം. നേട്രമൂർ, നേട്രംബോസ്, കാലിസർപ്പ്, കാലിമൂർ. സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ല. നീര് 10 മിനിറ്റ് ഉള്ളേ. ആർക്കേലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്താം. പകുതി ആയുള്ളൂ. ഇനിയും കിടക്കാം. അടുത്തത് ഏതാ സാറേ? അടുത്തത് നീര് അല്ലെങ്കിൽ ഇടിമ. അതുകൂടെ എടുക്കാം അല്ലേ? ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. നമുക്ക് ഇത് 45 എണ്ണത്തുള്ളത് പകുതിയായുള്ളൂ, 23 ആയുള്ളൂ. നീരിന് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസുഖം ആർക്കെങ്കിലും പറയാമോ? എല്ലാവർക്കും അറിയാം. അത് തന്നെ. അതിനെ ഞാൻ ആദ്യം ചോദിച്ചത്. മുഴുവൻ പറഞ്ഞില്ല. അതിനു മുമ്പേ കണ്ണുകളുടെ താഴെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഒരുമാതിരി സ്വെല്ലിങ് പോലെ കാണും. കായലിലും കയ്യിലുമുള്ള ചുവന്ന നിറന്നു പ്രാണുന്നത് കൊണ്ടും അട്ടിക്കേറിയ കൊണ്ടും കരപ്പം കൊണ്ടും വരാവുന്ന നീര്. പ്രാണികൾ എന്തെങ്കിലും കൊണ്ട് കുത്തിയാലും ചില ഇൻസെക്റ്റുകൾ കൊണ്ട് കടിച്ചാലും ഒക്കെ വരുന്നതിന് ദാഹം ഒട്ടും കാണുകയില്ല. തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര വേദന. തണുത്ത വെള്ളം ഒഴിച്ചാൽ നല്ല ആശ്വാസം കിട്ടുകയാണെങ്കിൽ ഏപ്പിസ്മിൻ സംഗതി. ഇതെല്ലാവർക്കും അറിയാവുന്ന. പിന്നെ ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. മദ്യപാനികളിൽ കാണുന്നതാണെങ്കിൽ ചെറിയ കുരുക്കളോട് കൂടി വരുന്ന നീര്, വരണ്ട് ചിതമ്പൽ പോലുള്ള ചർമ്മം, രോഗിക്ക് അസ്വസ്ഥതയും സംഭ്രമവും, ചെറിയ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ഇൻ സ്മോളർ ഇൻ്റർവൽസ് ആണെങ്കിൽ എല്ലാവർക്കും അറിയാം ആഴ്സനിക്കാണ്. ദാഹത്തോടു കൂടിയുള്ള മെഴുകു തേച്ചതുപോലെയുള്ള നീർവീഴ്ചയാണെങ്കിൽ, വിളർച്ചയോടുകൂടിയാണെങ്കിൽ അസറ്റിക് ആസിഡാണ് മെഡിസിൻ. ദാഹത്തോടു കൂടി
ദാഹത്തോടു കൂടി നീര് മെഴുക് തേച്ചതുപോലെയുള്ള ലക്ഷണം. ശരീരത്തിന് മൊത്തം നമ്മളിങ്ങനെ കൈകൊണ്ട് കാലിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ ഇങ്ങനെ ഒരു കുഴി പോലെ കാണും. കുറച്ചു നേരം നെക്കി പിടിച്ചെടുത്താൽ. അങ്ങനെയുള്ളതാണെങ്കിൽ അസറ്റിക് ആസിഡ്. വളരെ ചൊറിച്ചോടുകൂടി അട്ടിക്കേറിയ ആണെങ്കിൽ അട്ടിക്ക യൂറൻസ്. അതുപോലെ തന്നെ കൊടുക്കാവുന്ന വേറൊരെണ്ണമാണ് അനാക്കാർഡിയം. ഫില്ലിങ്ങോടുകൂടി അട്ടിക്കേറിയ വന്നെങ്കിൽ അനാക്കാർഡിയം. ഫ്രോസ്റ്റ് ബൈറ്റ് കൊണ്ടുണ്ടാകുന്ന നീര് ചിലപ്പം നമ്മൾ ഇപ്പം എല്ലാവരും നല്ല തണുപ്പുള്ളിടത്തൊക്കെ പോയിട്ട് വന്നാൽ ചൊറിച്ചിലും പോയച്ചിലും ഒക്കെ വന്നാൽ ഫ്രോസ്റ്റ് ബൈറ്റ് കൊണ്ടാണെങ്കിൽ അഗാരിക്കസ് ആണ് കഴിക്കുന്നത്. ഇപ്പം ഒത്തിരി പേർക്ക് വരാറുണ്ട് വൃക്കരോഗങ്ങൾ. അങ്ങനെയുള്ളവരുണ്ടാകുന്ന പ്രത്യേകിച്ച് ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ അതുകൊണ്ട് വരുന്ന അവർ കഴിക്കുന്ന ചില മരുന്ന് കൊണ്ടൊക്കെ വന്നാൽ വെസിക്കേറിയ കോം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. കമ്മ്യൂണിസം അത് ബോറിക്കിൽ 1099 പേജിൽ കിടപ്പുണ്ട്. പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിൽ നീരൊക്കെ ആണെങ്കിൽ യാതൊരു മരുന്നും കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ തൈറോയിഡിനും ഒരു ഇന്റർകറന്റ് ആയിട്ട് കൊടുക്കാം. മെൻസസ് പീരീഡ് ആണെങ്കിൽ ഈ വക നീരും അതുപോലെ തന്നെ വളരെ ദാഹവും കൂടുതൽ മൂത്രവും പോവുകയാണെങ്കിൽ അപ്പോസൈനും ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാധാരണ മദർ ടിഞ്ചറും കൊടുക്കാറുണ്ട്. എപ്പിസ്മെലിമിക്ക ഒന്നും കൊടുത്തിട്ടും അപ്പോസൈനും പൊട്ടൻസിയും കൊടുത്തിട്ടും പോയില്ലെങ്കിൽ ഞാൻ മദർ ടിഞ്ചർ കൊടുക്കാറുണ്ട്. ഗർഭകാലത്ത് വരുന്നതാണെങ്കിൽ ബ്രയോണിയ ആൽബാണ് ഗർഭിണികൾക്ക് പ്രഗ്നൻസിയും. പിന്നെ വൃക്കകളുടെ പ്രവർത്തനം നിലച്ചത് വരുന്ന ആണെങ്കിൽ ഏൽസിറം. അതായത് നമ്മുടെ ആദിവാസ സ്വാമികൾക്ക് ഒരിക്കൽ അമൃത ഹോസ്പിറ്റലിൽ കൊടുക്കും. മാമിക്ക് മൂത്രം പോയാല മേത്തെല്ലാം ഭയങ്കര നീര്. എന്നൊക്കെ കൊടുത്തിട്ടും കുറയില്ല. അന്ന് ജയറാം സാർ ഉള്ള സമയം. അന്നേരം എൻ്റെ അനിയനോടാ കൂട്ടത്തിൽ പോയത്. അന്നേരം അനിയനും മതവും കൂടെ കൂട്ടത്തിൽ. അവർ പറഞ്ഞു ഇനി രക്ഷയൊന്നും എൻ്റെ കൊണ്ടുപോകാൻ പറഞ്ഞു. മൂത്രമൊന്നും പോകുന്നില്ല, മേത്തെല്ലാം നീര്. അന്നേരം വൃക്കകളൊക്കെ സ്തംഭിച്ചെന്ന് പറഞ്ഞു. അന്നേരം ഏതായാലും വീട്ടിൽ കൊണ്ടുപോകണം, ആശ്രമത്തിലോട്ട് കൊണ്ടുപോകണം. പോരുന്ന വഴിക്ക് ഏതായാലും വന്നത് ജയറാം സാറിൻ്റെ വീടിനടുത്ത് തൃപ്പൂണിത്തുറ വഴി വന്ന്. അന്നേരം മധു പറഞ്ഞു നമുക്ക് ഏതായാലും ഒന്ന് ലാസ്റ്റ് കൈ ഒന്നുകൂടെ നമ്മുടെ ഹോമിയോപ്പതി ഒന്ന് നോക്കിയേക്കാം. ജയസാറിൻ്റെ വീട്ടിലോട്ട് വിട്ടു. അവിടെ ചെന്നപ്പം ജയറാം സാറ് പറഞ്ഞു ഈൽസിറും യൂറിയായി കൂടെ കൊടുക്കാൻ പറ്റും, ലോവർ പൊട്ടൻസി. രണ്ടും മാറി മാറി കൊടുത്തു. അതിനുശേഷം സ്വാമിജി 10 വർഷം കൂടെ ജീവിച്ചു. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഏത് പൊട്ടൻസി അവിടുത്തെ സാറേ? 3x ആണ്. ലോവർ പൊട്ടൻസി കൊടുത്തത്. ലോവർ പൊട്ടൻസി ആണ് കൊടുത്തത്. 30 കൊടുത്തത് 30 ആണ് കൊടുത്തത്. 30 രണ്ടും 30 പൊട്ടൻസി. ഒരു കാര്യം ചോദിച്ചോട്ടെ? ജ്യോതിയില് ഇടയ്ക്ക് വെച്ചേ ഒരെണ്ണം ഒരു സംശയമാണ്. ഇപ്പൊ പറഞ്ഞുകൊണ്ട് വന്നിരുന്നപ്പം ഡോക്ടർ പറഞ്ഞ പുഴുക്കടി കൈമടക്കില് സെപ്പിയ കുറഞ്ഞില്ലെങ്കിൽ ബാസിലിനം, എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ സൾഫർ, പിന്നെയും കുറഞ്ഞില്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്സിനാണോ അതോ സ്റ്റെഫൈലോകോക്സിനാണോ? പറയാം. പറഞ്ഞത് അതാണോ എന്നൊരു സംശയമാണ് ചോദിച്ചത്. ഒരു മിനിറ്റ് ആണോ? സെപ്റ്റോ ഒരു മിനിറ്റ് ഇപ്പം ഞാൻ പറയാം. ഈ നീരിന് മുകളില് സാറേ, ഇടിമയ്ക്ക് തൊട്ട് മുകളില്, ഇടിമയുടെ തൊട്ട് മുകളില് മേലെ പോറ്റുണ്ടല്ലേ? സ്ട്രെപ്റ്റോകോസിനാ. ആണോ? ശരി.
സ്റ്റെഫൈലോ നേരത്തെ പറഞ്ഞു. അപ്പൊ ആ ഇനി അതെ ഇത് അതെ 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 ഇത് സ്ട്രെപ്റ്റോകോക്സിൻ ഞാൻ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഈ ഇൻഫെക്ഷനൊക്കെ പല ഇതിനും വരും. എവിടം വരെയാ പറഞ്ഞത്? എവിടം വരെയാ? വൃക്കയുടെ പ്രവർത്തനം നിൽക്കുന്നതിനാലാണ് ഈൽസറം എന്നാ പറഞ്ഞത്. ആ ഈൽസിറം ആണ് പിന്നെ ഈൽസിറം. പിന്നെ മേൽചുണ്ടിൽ വരുന്ന വീക്കം ഇവിടെ ഇങ്ങനെ ചുണ്ടിൻ്റെ ഇവിടെ, അത് അലർജി ഉള്ളവർക്ക് ചിലപ്പം കാണും. ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് വളരെ കുറയാൻ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. കാലിക്കാർവ് കൊണ്ട് കുറയും. ഈ ലിവറിൻ്റെയും പ്ലീഹ എന്ന് പറയുന്ന സ്ക്രീനിൻ്റെയും കൊണ്ടുള്ള രോഗം കൊണ്ടാണ് ഇതുകൊണ്ടും സ്വെല്ലിംഗ് ഉണ്ടായത്. ഓറം മൂർ മുഖത്തും കണ്ണിനും വീക്കം, ഈ വൃക്കയുടെ അതായത് ഈ കിഡ്നിയുടെ പ്രോബ്ലം കൊണ്ട്, അനീമിയ ഒക്കെ കൊണ്ടുള്ളതാണ് ഈ ഫോസ്ഫറസ് ആണ്. യോനിദ്വാരത്തിനും ലിംഗത്തിനും വരുന്ന വീക്കമാണെങ്കിൽ റെസ്ട്രോക്സ് ആണ് മെഡിസിൻ. വൃക്കരോഗങ്ങൾ കാണുന്ന വരുന്ന നീരാണെങ്കിൽ ടെറിബിന്ദിന നല്ലൊരു മെഡിസിൻ. ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈവൻ ഡയാലിസിസ് ചെയ്തവർക്ക് പോലും ഈ ടെറിബിന്ദിന കൊണ്ട് വളരെയധികം പ്രയോജനം കിട്ടിയിട്ടുണ്ട് പലർക്കും. തീർത്തു മാറിയല്ല, പക്ഷെ താൽക്കാലിക കുറവ് ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഹൃദ്രോഗങ്ങൾ കൊണ്ടാണ് വരുന്നെങ്കിൽ കൈകണ്ടും കാലിനും ആണെങ്കിൽ കാക്ടസ് ആണ്. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ഇവിടം കൊണ്ട് നിർത്താം. ഓർത്തിരുന്നോണേ, നീര് അതായത് ഇടിമ വരെയാണ് പറഞ്ഞത്. ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പിന്നെ നോക്കാം. ആർക്കെങ്കിലും എല്ലാ പ്രാവശ്യവും ഒരാൾക്ക് ഇവിടെ സംശയമുള്ള ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നത് എന്ത് സംശയം വല്ലതും ഉണ്ടോ? ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്, കണ്ട അറിയരുതോ? ലതാ മനോഹരൻ ഡോക്ടർ. ലതാ മനോഹരൻ ഡോക്ടറാണ് ഇപ്പൊ ചോദിച്ചത്. അതെ, ഇനി എന്തെങ്കിലും ഉണ്ടോന്നാ ചോദിച്ചത്. എന്നും എന്തെങ്കിലും ഒരു ചോദ്യം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. സമയം 1 മിനിറ്റേ ഉള്ളൂ. അത്യാവശ്യം ആർക്കെങ്കിലും ഈ സാറിപ്പോ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഈ കാക്ടസ് ഏത് ഹാർട്ടിന് അസുഖം കൂടെ ഉള്ള ആളിന് ശരീരം മൊത്തം വരുന്നതിനാണോ കൊടുക്കുന്നത്? ഞാൻ അത് സാധാരണ എന്നാന്ന് വെച്ചാൽ കേസ് ടേക്കിങ് ശരിക്ക് ഡീറ്റെയിൽസ് എടുക്കും. അവരുടെ ടേസ്റ്റ് എടുക്കും, ഹോട്ടാണോ കോൾഡാണോ എന്ന് നോക്കും, വേറെ എന്തെങ്കിലും അസോസിയേറ്റഡ് സിംറ്റം ഉണ്ടോ എന്ന് ഇത് നോക്കും. പിന്നെ അങ്ങനെ പലതും നോക്കിയിട്ടാണ് എടുക്കാറ്. അല്ലാതെ ഒറ്റയടിക്ക് ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റിയല്ല. ഇതൊരു ടിപ്സ് പോലെ പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയല്ല, നമ്മളതിൻ്റെ ബാക്കിയുള്ള എന്താണ് കുഴപ്പമെന്ന് കേസ് ഡീറ്റെയിൽസ് എടുക്കണം. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ, ഹെറിഡിറ്ററി ഫാക്ടർ വന്നിട്ടുണ്ടോ, പിന്നെ പാസ്റ്റ് ഹിസ്റ്ററി, ഇങ്ങനെ എല്ലാം എടുത്തതിന് ശേഷം പിന്നെ ECG അതെല്ലാം എടുത്തിട്ടുണ്ടോ, എക്കോ എടുത്തിട്ടുണ്ടോ, അതിൻ്റെ റിപ്പോർട്ടുണ്ടോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ പറയും സിംറ്റമാറ്റിക്. അടുത്ത കാലത്ത് എനിക്കൊരു കേസ് കിട്ടി. അതായത് ഒരു കോമ്പനൻ്റ് ഒരു സ്ഥിരം പേഷ്യൻ്റ്, അതായത് ഇടയ്ക്കൊക്കെ ഹെൽത്ത് ചെക്കപ്പിന്, ഈ അടുത്ത കാലത്ത് ഹെൽത്ത് ചെക്കപ്പിന് ഒരു പോയപ്പോൾ അവർ പറഞ്ഞു ഇവിടെയോട്ട് ഇങ്ങോട്ട് വിടാൻ പറഞ്ഞു. അതെ, സമയം പോയി. എന്നാലും പറഞ്ഞു തീർത്തേക്കാം, തുടങ്ങിയതല്ലേ, അത് തീർത്തേക്കാം. അത് കഴിഞ്ഞപ്പം അയാൾക്ക് എന്തോ ഒരു ഹാർട്ടിന് ചെറിയ സംശയം പോലെ പറഞ്ഞു, കൺഫേം ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് അയാൾക്ക് റെയിൽവേ സ്റ്റേഷൻ ചിലപ്പം പെട്ടെന്ന് ചെല്ലാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ ട്രാഫിക് ആണല്ലോ ബോംബെയിലെ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റെപ്പ് കയറുമ്പോൾ അയാൾക്ക് ഒരു കഥപ്പ്. അന്നേരം പൾസ് കൂടുക. ഞാൻ 2 മെഡിസിനാണ് ഒലിയാണ്ടർ കൊടുത്തു. ഒലിയാണ്ടറും ആൾസർ ഫ്ലേവും കൊടുത്തപ്പം അയാളെ കംപ്ലീറ്റ് കുറയും. പിന്നെ അയാൾ ചെക്ക് ചെയ്തപ്പം അയാൾക്ക് ബ്ലഡ് ഷുഗർ ശകലം കൂടുതലാണ്. അതും കൺട്രോളിൽ വന്നപ്പം ഇപ്പം തീർത്തില്ല, ഒരാഴ്ചയായിട്ട് ഒരു ശകലം പോലും ഇല്ല. കാരണങ്ങൾ പലതാണ്. ഒസ്റ്റക്രിസ്റ്റ് ക്യൂറായിട്ടത് വരാം, അതൊരു കാരണമാകാം. എന്നാലും നമ്മൾ കാരണം കൂടെ ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടി. അതുപോലെ കുട്ടിയുടെ വൈഫിന് ഈ ECG ഒക്കെ എടുത്ത് ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അവർക്ക് ഭയങ്കര ക്ഷീണം, എഴുന്നേറ്റ് നടക്കാൻ മേല, ആഹാരം കഴിക്കാൻ മേല.
അവർക്ക് ക്രെറ്റകസാണ് കൊടുത്തത്. ക്രെറ്റകസും ആൽഫാൽഫ മദർ ടിഞ്ചറൂടെ കൊടുത്തപ്പം അവർക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മൾ വിചാരിക്കും ആലോപ്പതി ഈ ECG എടുത്ത് ഹാർട്ട് സ്പെഷ്യലിറ്റി സൂപ്പർ സ്പെഷ്യലിറ്റി പോയി കഴിഞ്ഞാൽ കാശ് കൊടുത്തു കഴിയുമ്പം നല്ല സുഖം കിട്ടുമെന്ന് വെറുതെ. അവരെക്കാട്ടി കൂടുതൽ ശാരീരികം, മാനസികം, വൈകാരികമായിട്ട് സുഖം കിട്ടുന്ന നമ്മുടെ മരുന്ന്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇപ്പൊ തൽക്കാലം നിർത്തുക. ജയചന്ദ്രൻ ഡോക്ടറോട് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സംശയം ചോദിച്ചിട്ട് സാറിന് നന്ദിയും കൂടെ പറയണേ. സാറേ നമസ്കാരം. നമസ്കാരം. സാറേ പറഞ്ഞോ. നമസ്കാരം. നമസ്കാരം. ഒരു പ്രാവശ്യം കണ്ടില്ലെങ്കിൽ ഒരു വിഷമ. അതാണ് അതല്ലേ ഓടി അങ്ങനെ ചിലതൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ കരീംകുമാർ സ്ഥിരം കയറുന്ന കണ്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എന്ത് പറ്റിയെന്ന് വിചാരിച്ചു. സാറേ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ഒരുപാട് സ്കിൻ കംപ്ലൈന്റില് ഈ വെരിക്കോസ് വെയിൻ ഉള്ളവര് ഭയങ്കര ചൊറിച്ചിലെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഈ ഡയബറ്റീസ് ഉള്ളവര് ദേഹം മുഴുക്കം ചൊറിച്ചില്ലെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജെനൈറ്റൽ ഇച്ചിങ് മെയിൽസിന് സ്ക്രോട്ടത്തിലും ഫീമെയിലിന് പ്യൂബിക് ഏരിയ അല്ലെങ്കിൽ ലേബിയ ഏരിയയിലൊക്കെ ചൊറിച്ചില്ലെന്ന് പറഞ്ഞിങ്ങനെ കേസുകൾ വരുന്നുണ്ട്. ഇതിനൊക്കെ സാറിന്റെ ഒരു ഐഡിയ എങ്ങനെയാണ്? ഞാന് ഈ മണിപ്പാലിലെ ഡയബറ്റോളജിസ്റ്റിന് പിന്നെ ഡെർമറ്റൈറ്റിസ് ചൊറിച്ചില് അവരെന്നൊക്കെ ചെയ്തിട്ട് ആന്റിഹിസ്റ്റാമിനൊന്നും ചെയ്തിട്ടും ഓയിൻമെന്റ് വരട്ടിയതൊന്നും കുറഞ്ഞില്ല. അയാൾക്ക് ഞാൻ കൊടുത്തത് പിന്നെ മംഗാനം അസറ്റേറ്റ് കൊടുത്തു നോക്കൂ, തീർച്ചയായിട്ടും കുറഞ്ഞില്ല ഡയബറ്റീസ് ചൊറിച്ചിലിന്. കണ്ണുടച്ച് കൊടുത്തു. ഇത് ഞാൻ 0/3 കൊടുത്തും കിട്ടിയില്ലെങ്കിൽ ഞാൻ 13 കൊടുക്കും. റിസൾട്ട് ഉണ്ട്, നോക്കി വെച്ചു. ഞങ്ങളെ ഫോസ്ഫറസ് പോലെ തന്നെയാ. ഞാൻ പറഞ്ഞ അച്ചട്ടാ കുറഞ്ഞില്ല. പിന്നെ അതെനിക്ക് വലിയ അനുഭവം. അതായത് ഇതിനകത്ത് പാദക്കിടപ്പാട്ടിക്കകത്ത് ഞാൻ മറന്നുപോയി, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗം വന്നില്ല. അല്ലെങ്കിൽ അതുകൂടെ പറയാനിരുന്നു. എന്നാലും ഇപ്പൊ ചോദിച്ചത് നന്നായി. ഒന്നത് പിന്നെ ചോദിച്ചത് എന്നാ ഓരോന്നോരോന്നും ഇല്ല, എല്ലാം കൂടെ എനിക്ക് ഓർത്തിരിക്കാൻ പറ്റിയത്. ആണാണോ പെണ്ണാണോ? മെയിലും ഫീമെയിലും വരാറുണ്ട്. ആണാണെങ്കിൽ ഫോറിക് ആസിഡ് കൊടുക്കും, ഫീമെയിൽ ആണെങ്കിൽ പൾസാറ്റില കൊടുക്കും. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു തീരട്ടെ. അമാവലീസ് മദർ ടീച്ചറോട് കൊടുത്തു, തീർച്ചയായിട്ടും കുറയും. പിന്നെ അൾസർ ഉണ്ടെങ്കിൽ അത് വെള്ളം നനയ്ക്കരുത്, നല്ലവണ്ണം കഴുകിയിട്ട് ഡോക്ടറും കൊണ്ട് കഴുകിയിട്ട് ഒപ്പിയിട്ട് അതിൻ്റെ കലണ്ടർ പൗഡർ ഇട്ട് ഡ്രസ് ചെയ്യണം. ഒറ്റയടിക്ക് കുറയല്ല, 1 മാസം 2 മാസം ഒക്കെ എടുക്കണം. റെസ്റ്റ് എടുക്കണം, കാല് പൊക്കി വെക്കണം. വീട്ടിൽ പൂരപ്പണിയും ചെയ്ത് വെച്ച് മരുന്നും പെട്ടിക്കൊണ്ട് നടന്നാലൊന്നും കുറയില്ല. റെസ്റ്റ് വേണം, ബെഡ് റെസ്റ്റ് തന്നെ വേണം, അവനും കുറയും. എന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാ. ഞാൻ കൂടുതലും അതെ അനുഭവമാണല്ലോ. പിന്നെ സാറേ ഞാൻ കലണ്ടറിലെ ഇനി മറ്റേ ജെനൈറ്റൽ ഇച്ചിങ് ടോട്ടൽ ഇച്ചിങ് ആൻഡ് പ്യൂബിക് ഏരിയ ആൻഡ് ലേബിയ ഏരിയ ഫീമെയിൽ. സ്ക്രോട്ടൽ ഇച്ചിങ്ങിന് ഞാൻ മെയിലിനാണെങ്കിൽ സ്ക്രോട്ടൽ ഇച്ചിങ്. മെയിലാണ് സ്ക്രോട്ടൽ ഇച്ചിങ്ങിന് ഞാൻ കൊടുക്കുന്നത് കൂടുതലും. പിന്നെ റോഡോഡൻട്രോൺ കൊടുക്കാനുണ്ട്. പിന്നെ സർസപ്പാരുടെ പിന്നെ അത് ഇൻഡിവിജ്വലൈസ് ചെയ്യണേ. സിംറ്റംസും ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ തൂജ കൊടുത്തോളൂ സാറേ. തൂജ കൊടുക്കുന്നത്, തൂജ കൊടുക്കും. പിന്നെ ഇപ്പാത്ത് വളരെ ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ അകത്ത് ഇച്ചിനേഷ്യ മദർ ടിഞ്ചറും അരൗണ്ടഡ മദർ ടിഞ്ചർ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഓരോ സ്പൂൺ വീതം ഒഴിച്ചിട്ട് വൈകിട്ട് കുടിക്കാൻ നേരത്ത് ഈ ഹിപ്പാത്ത് അത് നല്ല കുറഞ്ഞു. പിന്നെ എപ്പോഴും മൂത്രം ഒഴിച്ചിട്ട് കഴുകണമെന്ന് പറയണം. അതുപോലെ വെള്ളം ഒട്ടും അവിടെ ഇരിക്കുന്നത്. ഇതൊരു വിശപ്പാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാരണം. കട്ടത്തിനും ഈ ഇതുപോലെ ഈ 2 കാലിന്റെ ഇടയിലും വരുന്ന വിശപ്പ് കൊണ്ട് ഫംഗസ് ഡിസീസ് കൂടുതൽ കുറയും. പിന്നെ സാറേ ഒന്നുകൂടെ ചോദിച്ചോട്ടെ സാറേ, ഈ ഫീമെയിൽ തന്നെ ചിലർക്ക് ഈ ബ്രസ്റ്റില് ക്രാക്കിങ്ങും ബ്രസ്റ്റിന്റെ നിപ്പിളില് ഇതുപോലെ വാട്സ് ക്രാക്കിങ് ഇങ്ങനെയൊക്കെ വരുമ്പോ ക്രാക്സ് ഒക്കെ ആണെങ്കിൽ
ക്രാക്സ് നിപ്പിളിന് ഗ്രാഫൈറ്റിസ് ആണ് എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. പിന്നെ ബാക്കി ഞാൻ ഡോക്ടറെ നേരിട്ട് മറ്റാണെങ്കിലോ? വിളിക്കാം. സമയം കഴിഞ്ഞില്ല, ഒരുപാടുള്ളത് കൊണ്ട് ശരി നേരിട്ട് ശരി വിളിച്ചോ. സാർ, ശരി സാർ, നമ്പർ ശരി സാർ. ഉണ്ടല്ലോ. നന്ദി ഓക്കെ, ഉണ്ട് 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 ഉണ്ട്. കാരണം നമുക്ക് സമയത്തിന് എന്തായാലും 5 മിനിറ്റ് കൂടുതൽ. 37ആയി അതെ. എന്തായാലും സാറ് നമ്മുടെ ഈ സ്ക്രീനിൽ കൂടെ വന്ന് പ്രത്യക്ഷപ്പെട്ട് നമുക്ക് വേണ്ട ഉപദേശങ്ങൾ തരുന്നതിൽ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. സാറ് നാളെ ഉണ്ടോ മറ്റന്നാളുണ്ടോ എന്ന് ഞങ്ങൾ നോക്കി ഇരിക്കാറുണ്ട്. അതുകൊണ്ട് സാറ് കൂടെ വന്ന് ഞങ്ങൾക്ക് ഇതുപോലെ വിലയേറിയ ഉപദേശങ്ങൾ തരണം. അതിന് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. സാറിന് നല്ലപോലെ ആയുരാരോഗ്യ സൗഖ്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, ഉള്ള കാലം സാറിനെ കാണാൻ കഴിയട്ടെ എന്നുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഡോക്ടർക്ക് ഇന്നിവിടെ വന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് അങ്ങയോടുള്ള നന്ദിയും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരുടെയും പേരിൽ നമ്മുടെ നന്ദിയും സ്നേഹവും വളരെ താഴ്മയായി അറിയിച്ചുകൊള്ളുന്നു. മറ്റേത് എന്നോട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് നമ്പറുണ്ട്, വിളിക്കാം സാർ, ഞാൻ തിരിച്ചു വിളിച്ചു. ഓക്കെ. ഒരുപാട് സംശയം അതെ അത് അറിയണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ്. താങ്ക് യു വെരി മച്ച്. എല്ലാവരും കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ജയന്ദ്രൻ ഡോക്ടറെ. ഏതായാലും ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. നമുക്ക് ദൈനംദിന പ്രാക്ടീസിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന വളരെ നല്ല ക്ലാസ്സാണ് സാറ് നമുക്കിന്ന് തന്നത്. സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ജയേന്ദ്രൻ സാറ് പറഞ്ഞ പോലെ വീണ്ടും ഞങ്ങൾക്ക് വന്ന് ക്ലാസ് എടുത്ത് തരണം. അതുപോലെ ഇന്നത്തെ നമ്മുടെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 1659 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ശുഭരാത്രി. ഗുഡ് നൈറ്റ് ആൻഡ് ബൈ. ബൈ.